നമസ്കാരം. 10 വർഷങ്ങൾ നീണ്ടുനിന്ന ചോരക്കളിക്കും തീരാത്ത പകയ്ക്കും ഒടുവില് ട്രോയ് എന്ന മഹാനഗരം വെറും ഒരു ചാര കൂമ്പാരമായിട്ട് മാറി. ആകാശത്തേക്ക് ഉയരുന്ന കറുത്ത പുകച്ചുരുളുകൾക്ക് താഴെ ഗ്രീക്ക് സൈന്യം തങ്ങളുടെ വിജയത്തിന്റെ അവസാന തിരക്കിലായിരുന്നു. ട്രോയുടെ തകർന്ന മതിലുകൾക്ക് അപ്പുറം ഏഷ്യ മൈനറിന്റെ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന 12 കറുത്ത കപ്പലുകൾ യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അത് ഇത്താക്കയിലെ രാജാവായ ഒഡീസിയൂസിന്റെ കപ്പൽ വ്യൂഹമായിരുന്നു. യുദ്ധഭൂമിയിൽ നിന്നും കൊള്ളയടിച്ച സ്വർണവും വെങ്കല പാത്രങ്ങളും നല്ല വിലയുള്ള തുണിത്തരങ്ങളും കൊണ്ട് കപ്പലിന്റെ അറകൾ അവർ നിറച്ചിരിക്കുകയാണ്. എന്നാൽ കപ്പലിന്റെ അമരത്ത് നിന്നിരുന്ന ഒഡീസിയൂസിന്റെ മനസ്സ് അവിടെയെങ്ങും ആയിരുന്നില്ല. അയാളുടെ കണ്ണുകൾ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നീണ്ടു. അവിടെ കടലുകൾക്കും അപ്പുറം തന്റെ പ്രിയപ്പെട്ട ഭാര്യ പെനലോപ്പിയും താൻ യുദ്ധത്തിന് പോകുമ്പോഴേക്കും തൊട്ടിലിൽ കിടത്തിപ്പോന്ന മകൻ ടെലിമാക്കസും കാത്തിരിപ്പുണ്ട്. ഇനി വെറും 2 ആഴ്ച കൂടിപ്പോയാൽ 1 മാസം, അതിന്റെ ഉള്ളില് നമ്മൾ വീട്ടിലെത്തും. ഒഡീസിയസ് തന്റെ നാവികരോട് ഉറക്കെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടിട്ട് അവർ ആവേശത്തോടെ ആർപ്പു വിളിച്ചു. പക്ഷേ അങ്ങ് ദൂരെ ഒളിമ്പസിലെ മഞ്ഞു മൂടിയ മലമടക്കളിൽ ഇരുന്നു കൊണ്ട് ഗ്രീക്ക് ദേവന്മാര് അവരെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരുന്നു. ട്രോജൻ യുദ്ധം വിജയിച്ച ഗ്രീക്കുകാര് അഹങ്കാരം കൊണ്ട് മതിമറന്ന് ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളായിരുന്നു അതിന്റെ കാരണം. നഗരം പിടിച്ചെടുക്കുന്നതിനിടയിൽ ട്രോജന്മാരുടെ ക്ഷേത്രങ്ങൾ അവർ മലിനമാക്കിയിട്ടുണ്ടായിരുന്നു. ദേവന്മാരെ സ്തുതിക്കുന്നതിന് പകരം അവർ സ്വന്തം കൈക്കരി തന്നെയാണ് വാഴ്ത്തിയത്. ഇത് സമുദ്രങ്ങളുടെ അധിപനായ പൊസൈഡൺ പിന്നെ മറ്റു ദേവന്മാരെയൊക്കെ കോപാകുലരാക്കി. ശാന്തമായിട്ട് കിടക്കുന്ന ഈജിയൻ കടല് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് ബുദ്ധിമാനായിട്ടുള്ള ഒഡീസിയൂസിന് പോലും മനസ്സിലായില്ല. ആ 12 കപ്പലുകളിലും ഉച്ചത്തിലുള്ള ആജ്ഞകൾ മുഴങ്ങി. കപ്പലിലെ ഭീമൻ പായ കാറ്റില് വിടർന്നു. തഴമ്പിച്ച കൈകൾ കൊണ്ട് സൈനികര് തുഴകൾ സാവധാനം ചലിപ്പിച്ചു തുടങ്ങി. ഈജിയൻ കടലിന്റെ നീലപ്പരപ്പിലേക്ക് ആ 12 കറുത്ത കപ്പലുകൾ സാവധാനം തെന്നിയിറങ്ങി. കത്തിയമരുന്ന ട്രോയ് നഗരം മെല്ലെ മെല്ലെ കാഴ്ചയിൽ നിന്നും മറിഞ്ഞു പോയി. അവസാനം അതൊരു ചെറിയ പൊട്ടുപോലെയായി. അത് പിന്നീട് ഓർമ്മകളിൽ മാത്രമായിട്ട് ഒതുങ്ങി. വളരെയധികം ആഹ്ലാദത്തോട് കൂടിയിട്ടാണ് അവര് യാത്ര തുടങ്ങിയതെങ്കിലും വിധി അവർക്കായി കരുതി വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. കാറ്റ് ദിശ മാറി വീശുവാൻ തുടങ്ങി. അത് അവരെ പരിചിതമായിട്ടുള്ള വഴികളിൽ നിന്നും ഭൂപടങ്ങളിൽ ഇല്ലാത്ത രാക്ഷസന്മാരും മായാവികളും വാഴുന്ന അജ്ഞാത ദ്വീപ് സമൂഹങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടു. 10 വർഷത്തെ യുദ്ധം കഴിഞ്ഞിറങ്ങിയ അവര് വീണ്ടും മറ്റൊരു 10 വർഷങ്ങൾ നീളുന്ന നരക യാത്രയിലേക്കാണ് കപ്പൽ കയറിയതെന്ന് അപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല. ഗ്രീക്ക് പുരാണങ്ങളിലെ ഏറ്റവും വീരോചിതവും എന്നാൽ അതിലേറെ ഹൃദയസ്പർശിയുമായിട്ടുള്ള ആ മഹാകാവ്യം ഒഡീസിയൂസിന്റെ ഇതിഹാസം ഇവിടെ ആരംഭിക്കുകയാണ്. എന്നാൽ ഈ മഹാകാവ്യം ആരംഭിക്കുന്നത് അദ്ദേഹത്തിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മകനിലൂടെയാണ്. ടെലിമാക്കസ് എന്ന് പേരുള്ള ആ യുവാവിലൂടെ. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് വെയർ ദ പാസ്റ്റ് കംസ് എലൈവ്. നമ്മുടെ കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. BCE 1200-കളിൽ ഇത്താക്ക എന്ന ഗ്രീക്ക് ദ്വീപ് രാജ്യത്തെ രാജാവായിരുന്നു ഒഡീസിയൂസ്. മൈസീനിയൻ രാജ്യത്തിലെ ആഗമന്നോൻ രാജാവിന്റെ നേതൃത്വത്തിൽ 1000 കപ്പലുകളുടെ അകമ്പടിയോടെ ഈജിയൻ കടലിന്റെ അപ്പുറമുള്ള ട്രോയി ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ഗ്രീസിലെ തന്നെ മറ്റൊരു ദ്വീപ് രാജ്യമായിട്ടുള്ള ഇത്താക്കയിലെ രാജാവായ ഈ ഒഡീസിയൂസിന് വെറും 1 മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞ് ടെലിമാക്കസ് ജനിച്ചിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെയാണ് തന്റെ പിഞ്ചു കുഞ്ഞായിട്ടുള്ള ഈ ടെലിമാക്കസിനോടും യുവതിയായ ഭാര്യ പെനിലോപ്പിയോടും വൃദ്ധനായ പിതാവ് ലായർട്ടസിനോടും വിട പറഞ്ഞ് ഈ ഒഡീസിയൂസ് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 10 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ ഒടുവിൽ ഗ്രീക്ക് രാജാക്കന്മാര് ട്രോയ് നഗരം കീഴടക്കി അത് കത്തിച്ചു കളഞ്ഞു. അങ്ങനെ യുദ്ധം അവസാനിച്ചു. പക്ഷേ ഒഡീസിയൂസ് മാത്രം തിരികെ വന്നില്ല. കഥകൾ പാടി നടക്കുന്ന പാണന്മാര് പല നാടുകളിൽ നിന്നും ഇത്താക്കയിൽ വന്നിട്ട് യുദ്ധവീരന്മാരുടെ മരണത്തെക്കുറിച്ചും മടക്കയാത്രയെക്കുറിച്ചും ഒക്കെ പാടിയെങ്കിലും ഒഡീസിയൂസിനെ കുറിച്ച് മാത്രം ആർക്കും ഒരറിവും ഉണ്ടായിരുന്നില്ല. വീണ്ടും 10 വർഷങ്ങൾ കൂടി കടന്നുപോയി. ഒഡീസിയൂസ് പോകുമ്പോഴേക്കും തൊട്ടിലായിരുന്ന മകൻ ടെലിമാക്കസ് ഇപ്പോൾ വളർന്ന് കരുത്തനായിട്ടുള്ള ഒരു യുവാവായി മാറിയിട്ടുണ്ട്. എന്നാൽ ഒഡീസിയൂസിന്റെ ദ്വീപായിട്ടുള്ള ഇത്താക്കയിലെ അവസ്ഥ പണ്ട് ഒഡീസിയൂസ് രാജാവായിരുന്ന ആ ഒരു സമയത്തെ പോലെ ആയിരുന്നില്ല. ഇപ്പോഴും തന്റെ ദ്വീപായിട്ടുള്ള ഇത്താക്കയെ കുറിച്ചിട്ട് ഒഡീസിയൂസ് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ നാട് പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. കുതിരകൾക്ക് ഓടാനായിട്ട് പറ്റിയ സ്ഥലമല്ല, പക്ഷേ ആടുകൾക്ക് നല്ലതാണ്. എങ്കിലും എനിക്ക് എൻ്റെ ഈ കൊച്ചു ദ്വീപാണ് മറ്റേത് സ്വർഗത്തെക്കാളും പ്രിയപ്പെട്ടത്. ഇന്നും ഇത്താക്ക സന്ദർശിച്ചാൽ നിങ്ങൾക്ക് തോന്നും ഒഡീസിയൂസ് പറഞ്ഞതിൽ നിന്നും വലിയ മാറ്റമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന്. ഒലിവ് മരങ്ങളുടെയും സൈപ്രസ് മരങ്ങളുടെയൊക്കെ ഇടതൂർന്ന കാടുകൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഒഡീസിയിൽ പറയുന്നത് പോലെ തന്നെ ഇന്നും ഇവിടെ കുതിരകളില്ല, പക്ഷേ നിറയെ ആടുകളുണ്ട്.
പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ ഭൂമി കൃഷിയേക്കാളും ആട് വളർത്തലിനാണ് അനുയോജ്യം. ഇത്താക്കയുടെ വടക്കൻ ഭാഗത്തുള്ള സ്റ്റാവ്രോസ് എന്ന ഗ്രാമത്തിന്റെ സമീപം ഹോമറിന്റെ പള്ളിക്കൂടം എന്ന് നാട്ടുകാരെ വിളിക്കുന്ന ഒരു കുന്നിൻ പ്രദേശമുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് കാട് പിടിച്ചു കിടന്ന ആ പ്രദേശം 16 വർഷത്തോളം നീണ്ട കഠിനമായ ഖനനത്തിന്റെ ഒടുവിലാണ് ലോകത്തിന്റെ മുന്നിൽ ഒരു അത്ഭുതമായിട്ട് മാറിയത്. ഗ്രീസിലെ അയോണിന സർവകലാശാലയിലെ പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസർ തനാസിസ് ആണ് ഈ ചരിത്ര ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. BC 1300 കാലഘട്ടത്തിൽ, അതായത് ട്രോജൻ യുദ്ധം നടന്ന സമയം നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് അദ്ദേഹവും സംഘവും ഇവിടെ നിന്നും കണ്ടെത്തിയത്. ഇത് ഒഡീസിയൂസിന്റെ കൊട്ടാരം തന്നെയാണ് എന്നാണ് ചില ആളുകൾ കരുതുന്നത്. ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ച ഏറ്റവും നിർണായകമായ മറ്റൊരു തെളിവ് ഒരു ഓടിൻ കഷ്ണമാണ്. അതിൽ പുരാതനമായിട്ടുള്ള ഗ്രീക്ക് ലിപിയിൽ എവൗറ്റ് ഒഡീസിയൂസ് എന്ന അർത്ഥം വരുന്ന ഒരു വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഓടിൻ കഷ്ണത്തിന്റെ പഴക്കം BC 3-ാം നൂറ്റാണ്ടോ 2-ാം നൂറ്റാണ്ടോ ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒഡീസിയസ് ജീവിച്ചിരുന്ന കാലത്ത് എഴുതപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ ഇത്, മറിച്ച് ഒഡീസിയൂസ് മരിച്ചിട്ട് ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം ആ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ ആ പഴയ ഒഡീസിയസിന്റെ കൊട്ടാര അവശേഷങ്ങളിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇത്. ഇതിന്റെ അർത്ഥം ഒഡീസിയസ് വെറും ഒരു കഥാപാത്രമായിരുന്നില്ല, മറിച്ച് ആ നാട്ടുകാർ ദൈവത്തെ പോലെ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ ബഹുമാനിച്ചിരുന്ന പുരാതന കാലത്തെ ഒരു യഥാർത്ഥ രാജാവ്, സൂപ്പർ ഹീറോ ആയിരുന്നു എന്നാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം ആ കൊട്ടാരം ഒരു ആരാധനാലയമായിട്ട് മാറിയിട്ടുണ്ടാവണം. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. ഒരു ദിവസം ടെലിമാക്കസ്, നമ്മുടെ ഈ ഒഡീസിയസിന്റെ മകൻ, വർഷങ്ങൾക്ക് മുമ്പ് ട്രോജൻ യുദ്ധത്തിനായിട്ട് പോയ തന്റെ പിതാവിനെ ഓർത്ത് ദുഃഖിതനായിട്ട് ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൊട്ടാരത്തിന്റെ പുറം വാതിലിൽ ഒരു അപരിചിതൻ നിൽക്കുന്നത് ഇവൻ കണ്ടത്. മുറ്റത്ത് ധാരാളം ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ഈ വന്ന ആ അതിഥിയെ ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരാളെ വാതിലിന്റെ പുറത്ത് കാത്തു നിർത്തുന്നത് അത്ര നല്ല കാര്യമല്ല, മര്യാദയല്ല എന്ന് കരുതിയിട്ട് ടെലിമാക്കസ് വേഗത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇത് ഒഡീസിയസിന്റെ ഭവനമാണ്, അങ്ങേക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ടെലിമാക്കസ് അയാൾക്ക് ഹസ്തദാനം നൽകുകയും ചെയ്തു. ആ വന്നയാൾക്കൊരു സാധാരണ ആളുടെ ഒരു ലുക്കൊന്നും ആയിരുന്നില്ല. ഒരു സൈന്യാധിപനെ പോലെയാണ് അയാളെ കാണാനായിട്ടുണ്ടായിരുന്നത്. തിളങ്ങുന്ന ചാര നിറമുള്ള കണ്ണുകളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കയ്യിൽ വലിയൊരു കുന്തവും ഉണ്ടായിരുന്നു. ടെലിമാക്കസ് അദ്ദേഹത്തെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ആനയിച്ചു. ആയുധങ്ങൾ വെക്കുന്ന ഇടത്ത് കുന്തം വെച്ച ശേഷം മറ്റുള്ളവരുടെ ശല്യമൊക്കെ ഉണ്ടാകാത്ത ഒരിടത്തേക്ക് ആ ടെലിമാക്കസ് ആതിഥിയെ ഇരുത്തി. വെള്ളിപ്പാത്രത്തിൽ കൈ കഴുകാനായിട്ട് വെള്ളവും സ്വർണ്ണ കോപ്പകളിൽ വീഞ്ഞും രുചികരമായിട്ടുള്ള ഭക്ഷണമൊക്കെ നൽകിയിട്ട് അവൻ അയാളെ നല്ല രീതിയിൽ സൽക്കരിച്ചു. എന്നാൽ ഇതേ സമയത്ത് കൊട്ടാരത്തിലെ പ്രധാന ഹാളിൽ വലിയ ബഹളമായിരുന്നു. അവിടെ ധാരാളം ആളുകൾ, ധാരാളം പുരുഷന്മാര്, ആണുങ്ങൾ അവിടെ കൂടിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും മദ്യം സേവിക്കുകയും ഈ സേവകരോട് ഉറക്കെ ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എന്താണ് ഇത്ര ബഹളമെന്നും വിവാഹ സൽക്കാരം വല്ലതും നടക്കുന്നുണ്ടോ എന്നും ഒക്കെ നമ്മുടെ ഈ വന്ന അതിഥി ടെലിമാക്കസിനോട് ചോദിച്ചു. ഇത് കേട്ടിട്ട് നാണക്കേടുകൊണ്ട് മുഖം ചുവന്നു പോയ ടെലിമാക്കസ് അവിടെ വിവാഹ സൽക്കാരം ഒന്നും അല്ല നടക്കുന്നത് എന്ന് ചമ്മലോടെ അദ്ദേഹത്തോട് പറഞ്ഞു. ട്രോജൻ യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങിയെത്തിയിട്ടും തൻ്റെ അച്ഛൻ ഒഡീസിയസ് മാത്രം മടങ്ങി വന്നിട്ടില്ല. അദ്ദേഹം മരിച്ചു എന്ന് കരുതിയിട്ട് തൻ്റെ അമ്മയെ പെനിലോപ്പിയെ വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചെത്തിയ ആളുകളാണ് ആ കാണുന്നവരെല്ലാവരും. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഇവരിവിടെ സ്ഥിരമായിട്ട് തമ്പടിച്ചിരിക്കുകയാണ്. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളും ധാന്യങ്ങളും ഒക്കെ ഇവർ തിന്നങ്ങ് തീർക്കുകയാണ്. അമ്മയാവട്ടെ അച്ഛൻ വരുമെന്ന പ്രതീക്ഷയിൽ ഇവരോട് പറ്റില്ല എന്ന് തീർത്തും പറയാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നു. ഇതെല്ലാം കേട്ട ശേഷം ആ അതിഥി തൻ്റെ തിളങ്ങുന്ന കണ്ണുകളാൽ നമ്മുടെ ഈ ടെലിമാക്കസിനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് ഇവൻ ശരിക്കും ഒഡീസിയസിന്റെ മകൻ തന്നെയാണോ എന്ന് ചോദിച്ചു. താൻ ഒഡീസിയസിന്റെ മകൻ തന്നെയാണ് എന്ന് ടെലിമാക്കസ് മറുപടിയും നൽകി. ശരിയാണ്, നിന്റെ തലയും കണ്ണുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒഡീസിയസ് മരിച്ചില്ല, നിന്റെ അച്ഛൻ മരിച്ചിട്ടില്ല എന്നും ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നും ഒക്കെ ഈ അതിഥി ഉറപ്പിച്ചു പറഞ്ഞു. നീ നാളെ തന്നെ നാട്ടിലെ പ്രമുഖന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് സഭ ചേരണം. എന്നിട്ട് അമ്മയെ കെട്ടാൻ നടക്കുന്ന ഇവന്മാരോട് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ആവശ്യപ്പെടണം. അതിനുശേഷം നീ ഒരു കപ്പലിൽ അച്ഛനെ അന്വേഷിച്ചിട്ട് യാത്ര തിരിക്കുക. ആദ്യം പൈലോസ് എന്ന സ്ഥലത്ത് പോയിട്ട് നെസ്റ്റർ എന്ന രാജാവിനെയാണ് കാണേണ്ടത്. അദ്ദേഹം ഒഡീസിയസിന്റെ കൂടെ ട്രോജൻ യുദ്ധത്തിലുണ്ടായിരുന്ന ആളാണ്. അവിടെ നിന്ന് നേരെ സ്പാർട്ടയിലേക്ക് പോയിട്ട് മെനലാവുസിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹെലനെയും കാണണം. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ ഈ 2 സ്ഥലത്ത് പോയിട്ട് ഒഡീസിയസ് ജീവനോടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാടുകൾ സഹിക്കാനായിട്ട് നിനക്ക് കഴിയും. അദ്ദേഹം മരിച്ചുവെന്നാണ് അറിയുന്നതെങ്കിൽ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിത ശേഷം അമ്മയെ ഈ കാണുന്നവരിൽ ഇക്കൂട്ടത്തിൽ നല്ല ഒരാൾക്ക് വിവാഹം ചെയ്തങ്ങ് കൊടുക്കുക. ഇത്രയും പറഞ്ഞിട്ട് ആ അതിഥി സാവധാനം എഴുന്നേറ്റു. ടെലിമാക്കസ് അദ്ദേഹത്തെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഈ വാതക്ക് വരെയും നമ്മൾ സാധാരണ അങ്ങനെ ചെല്ലുമല്ലോ, അങ്ങനെ ചെല്ലുകയും ചെയ്തു. അദ്ദേഹം ഒരു പിതാവിനെ പോലെയാണ്, പ്രായമുള്ള നല്ലൊരു ആളെ പോലെയാണ് തന്നോട് സംസാരിച്ചതെന്നും താനത് ഒരിക്കലും മറക്കില്ല എന്നുമൊക്കെ ടെലിമാക്കസ് അയാളോട് ഒരു ഔപചാരികമായിട്ട് പറയുകയും ചെയ്തു. അടുത്ത നിമിഷം
വാതിൽ കടന്ന് പുറത്തിറങ്ങിയ ആ അപരിചിതൻ പെട്ടെന്ന് രൂപം മാറി. ശേഷം നല്ല ഉയരമുള്ള സ്വർണ്ണ തലമുടിയുള്ള ഒരു സ്ത്രീ രൂപമായിട്ട് അയാൾ മാറി. പിന്നീട് ചിറകുകൾ വിരിച്ചിട്ട് ആകാശത്തേക്ക് പറന്നുയരുന്ന ഒരു കടൽ പരുന്തിന്റെ രൂപമാണ് പ്രാപിച്ചത്. ഇത് കണ്ടതോടെ ടെലിമാക്കസ് അമ്പരന്നു പോയി. വന്നത് സാധാരണ മനുഷ്യനല്ല എന്നും തന്റെ അച്ഛന്റെ ഉറ്റമിത്രമായിട്ടുള്ള അധീനാദേവിയാണ് അതെന്നും അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അധീനാദേവി ഒരു കടൽ പക്ഷിയുടെ രൂപത്തിൽ അവിടെ നിന്നും പറന്നകന്ന് കഴിഞ്ഞപ്പോഴേക്കും ടെലിമാക്കസിന്റെ ഉള്ളിൽ അതുവരെ ഇല്ലാത്തൊരു ധൈര്യം വന്ന് നിറഞ്ഞു. അവൻ നേരെ കൊട്ടാരത്തിലെ ആ വലിയ ഹാളിലേക്ക് നടന്നു. അവിടെ തെമ്മാടികളായിട്ടുള്ള പ്രമുഖന്മാർ ഇങ്ങനെ വീഞ്ഞു കുടിച്ചിങ്ങനെ രസിച്ചിരിക്കുകയാണല്ലോ. ടെലിമാക്കസ് അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഇടയിൽ വലിയൊരു നിശബ്ദത അങ്ങ് പടർന്നു. അവന്റെ നടത്തത്തിലും നോട്ടത്തിലും വന്ന മാറ്റം അവരെ ശരിക്കും അങ്ങ് അത്ഭുതപ്പെടുത്തി. പണ്ടത്തെ പോലെ ഭീരുവായിട്ടുള്ള ഒരു ബാലനല്ല അവനിപ്പോഴും. ഒരു രാജകുമാരന്റെ ഗാംഭീര്യം അവന്റെ മുഖത്ത് ഇപ്പോൾ കാണാനുണ്ട്. പ്രഭുക്കന്മാരുടെ കൂട്ടത്തിലെ പ്രധാന വില്ലനായിട്ടുള്ള ആന്റിനസ് പരിഹാസത്തോടെ വന്നിട്ട് ഈ വന്നുപോയ അതിഥി ആരാണെന്നും അച്ഛനെക്കുറിച്ച് വല്ല വാർത്തയൊക്കെ ഉണ്ടോ എന്നുമൊക്കെ ടെലിമാക്കസിനോട് പരിഹാസ രൂപേണ ചോദിച്ചു. ടെലിമാക്കസ് വളരെ ശാന്തമായിട്ട് എന്നാൽ ഉറച്ച ശബ്ദത്തിൽ അതൊരു യാത്രക്കാരനായിരുന്നു എന്ന് മറുപടി നൽകി. ഇന്ന് രാത്രി കൂടി നിങ്ങൾക്ക് ഇവിടെ സമാധാനപരമായിട്ട് ഭക്ഷണം കഴിച്ചൊക്കെ ഉറങ്ങാം. പക്ഷെ നാളെ രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും ഇത്താക്കയിലെ പ്രമുഖന്മാരെല്ലാം ഒരു സഭ അങ്ങ് ചേരും. അവിടെ വെച്ച് ഞാൻ നിങ്ങളോട് പരസ്യമായിട്ട് ഈ ഭവനം വിട്ടുപോകാനായിട്ട് ആവശ്യപ്പെടും. നിങ്ങൾ അവരവരുടെ വീടുകളിൽ പോയിട്ട് സ്വന്തം സമ്പത്ത് തിന്നങ്ങ് തീർക്കുക. എൻ്റെ അച്ഛനായിട്ടുള്ള ഒഡീസിയസിന്റെ സമ്പാദ്യം ഇനിയും നശിപ്പിക്കാനായിട്ട് ഞാൻ ആരെയും അനുവദിക്കില്ല. അവന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രമുഖന്മാർ തെമ്മാടികൾ ഞെട്ടിപ്പോയി. ഇവൻ സ്വയം രാജാവാകാൻ പോവുകയാണോ എന്നൊക്കെ അവന്മാരങ്ങ് സംശയിച്ചു. പക്ഷേ അവരൊന്നും ആ സമയത്ത് മിണ്ടിയില്ല. അപ്പോഴേക്കും നേരം രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടെലിമാക്കസ് തന്റെ മുറിയിലേക്ക് മടങ്ങി. അവന്റെ വളർത്തമ്മയായിട്ടുള്ള യൂറിക്ലിയ തീപ്പന്തങ്ങളുമായിട്ട് വന്നിട്ട് അവന് വഴി കാട്ടി. തന്റെ മുറിയിൽ മൃദുവായിട്ടുള്ള ആ രോമപ്പുതപ്പിന്റെ ഉള്ളിൽ കിടന്നിട്ട് അധീനാദേവി ഉദ്ദേശിച്ച ആ യാത്രയെക്കുറിച്ചിട്ടാണ് അന്ന് രാത്രി മുഴുവൻ ടെലിമാക്കസ് ചിന്തിച്ചത്. പിറ്റേന്ന് പുലർച്ചെ സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് തന്നെ അവൻ എഴുന്നേറ്റു. ശേഷം തന്റെ വാളും കുന്തവും ഒക്കെ എടുത്തുകൊണ്ട് നഗരമധ്യത്തിലേക്ക് നടന്നു. ഇത്താക്കയിലെ പ്രായമായവരും പ്രമുഖരും ഒക്കെ അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ഒഡീസിയസ് പോയ ശേഷം ഇതാദ്യമായിട്ടാണ് അവിടെ ഒരു സഭ കൂടുന്നത്. ടെലിമാക്കസ് എല്ലാവരുടെയും നടുവിൽ എഴുന്നേറ്റങ്ങ് നിന്നു. ഇത്താക്കയിലെ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവൻ സംസാരിച്ചു തുടങ്ങിയത്. അച്ഛൻ പോയിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തെ കാണാതായതിന്റെ വിഷമം, ദുഃഖം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ എൻ്റെ വീടിനെ ബാധിച്ചിരിക്കുന്നത്. കുറെ ആളുകൾ, കുറെ തെമ്മാടികൾ അമ്മയെ വിവാഹം കഴിക്കാനെന്ന വ്യാജേന വീട്ടിൽ സ്ഥിരമായിട്ട് തമ്പടിച്ചിരിക്കുകയാണ്. അവർ കന്നുകാലികളെ കൊന്നു തിന്നുകയും വീഞ്ഞു കുടിച്ചു തീർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ വീട് അവരങ്ങ് നശിപ്പിക്കുകയാണ്. ഇതിനെതിരായിട്ട് പ്രതികരിക്കാൻ പോലും ഇവിടെ ഒരാൾക്കും സാധിക്കുന്നില്ല. അവന്റെ വാക്കുകൾ കേട്ടിട്ട് സദസ്സ് നിശബ്ദമായിട്ട് ഇരുന്നു പോയി. എന്നാൽ ആന്റിനസ്, മുമ്പ് പറഞ്ഞ ആ വില്ലൻ, എഴുന്നേറ്റ് നിന്നിട്ട് അവന് മറുപടി കൊടുത്തു. ടെലിമാക്കസ്, ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെല്ലാം കാരണം നിന്റെ മാതാവ് പെനിലോപ്പിയാണ്. വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഞങ്ങളെ വട്ടം ചുറ്റിക്കുകയാണ്. 3 വർഷം മുമ്പ് ഒഡീസിയസിന്റെ അച്ഛനായിട്ടുള്ള ലായട്രസിന് ഒരു വസ്ത്രം നെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ വസ്ത്രം നെയ്ത് തീരുന്നത് വരെയും താൻ വിവാഹം കഴിക്കില്ല എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. അങ്ങനെ അവൾ എന്ത് ചെയ്തു? ഈ പെനിലോപ്പി എന്ത് ചെയ്തു? വസ്ത്രം നെയ്തു തുടങ്ങി. പകലും മുഴുവൻ വലിയൊരു തറിയിലിരുന്നു കൊണ്ട് ഇവളങ്ങ് നെയ്യും. പക്ഷെ രാത്രിയായി കഴിയുമ്പോഴേക്കും ആരും കാണാതെ പന്തം കത്തിച്ചു വെച്ചിട്ട് പകൽ നെയ്തതെല്ലാം അവര് അഴിച്ചു മാറ്റും. അങ്ങനെ 3 വർഷമാണ് ഈ പെനിലോപ്പി ഞങ്ങളെ പറ്റിച്ചത്. ഇനി അത് സാധിക്കത്തില്ല. അവൾ ആരെയെങ്കിലും ഒരാളെ വിവാഹം കഴിക്കുന്നത് വരെയും ഞങ്ങൾ ആ വീട് വിട്ട് പോകില്ല. ഇങ്ങനെയാണ് ആന്റിനസ് പറഞ്ഞത്. ഇത് കേട്ട ടെലിമാക്കസ് കോപം കൊണ്ട് വിറച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് അവർ തയ്യാറായില്ലെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുവാനായിട്ട് താൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുമെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ നിമിഷം തന്നെ ആകാശത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. 2 വലിയ കഴുകന്മാര് ചിറകുകൾ വിരിച്ചിട്ട് ആകാശത്തൂടെ പറന്നങ്ങ് വന്നു. സഭ കൂടിയ സ്ഥലത്തിന് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവ തമ്മിൽ കൊത്തുകൂടാൻ തുടങ്ങി. അതോടുകൂടി അവയുടെ തൂവലുകൾ താഴേക്ക് കൊഴിഞ്ഞു വീണു. രക്തം താഴേക്ക് തുള്ളി തുള്ളിയായി വീണു തുടങ്ങി. ഇത് കണ്ട വൃദ്ധനായ പ്രവാചകൻ ഹാലിതെറസസ് ഇതൊരു സൂചനയാണെന്നും ഒഡീസിയസ് മരിച്ചിട്ടില്ല എന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒഡീസിയസ് ശത്രുക്കളുടെ മേൽ നടത്താൻ പോകുന്ന പ്രതികാരത്തിന്റെ ഒരു ചിഹ്നമാണ്, അല്ലെങ്കിൽ അതാണ് ഈ കഴുകന്മാർ സൂചിപ്പിക്കുന്നത്. പക്ഷെ പ്രമുഖന്മാരത് വകവച്ചില്ല. യൂറിമാക്കസ് എന്ന മറ്റൊരു പൗരപ്രമുഖൻ, മറ്റൊരു വില്ലൻ അതിനെ പരിഹസിച്ച് തള്ളി. പക്ഷികൾ പലതും കാണിക്കും, ആകാശത്ത് പാർക്കും, അതിനൊന്നും അർത്ഥം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ സഭ പിരിഞ്ഞു. നിരാശനായ ടെലിമാക്കസ് കടൽക്കരയിലേക്ക് സാവധാനം നടന്നു. അവിടെ എത്തിയ അവൻ ഉപ്പുവെള്ളത്തിൽ കൈകൾ കഴുകിയ ശേഷം അധീനാദേവിയോട് പ്രാർത്ഥിച്ചു. താൻ എന്ത് ചെയ്യണമെന്നും പ്രഭുക്കന്മാരെ തന്നെ യാത്ര പോകാനായിട്ട് അനുവദിക്കില്ല എന്നുമൊക്കെ അവൻ സങ്കടം പറഞ്ഞു. പെട്ടെന്ന് ഒരു വൃദ്ധന്റെ രൂപത്തിൽ അധീന അവിടെ പ്രത്യക്ഷപ്പെട്ടു. നീ ഒഡീസിയസിന്റെ മകനാണെങ്കിൽ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ നിനക്ക് വേണ്ട കപ്പലും തുഴയാനായിട്ട് ആളുകളെയും ഒരുക്കിത്തരാം. നീ വീട്ടിൽ പോയിട്ട് യാത്രയ്ക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കുക. അധീനാദേവി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന് കുറച്ച് ധൈര്യമൊക്കെ വന്നു. ശേഷം
വലിയ ആശ്വാസം കിട്ടിയ ഈ ടെലിമാക്കസ് വീട്ടിലേക്ക് മടങ്ങി. പ്രമുഖന്മാരെ അവന്റെ നടപ്പ് കണ്ടിട്ട് പരിഹസിച്ച് ചിരിച്ചു. പക്ഷെ ടെലിമാക്കസ് അതൊന്നും കാര്യമാക്കിയില്ല, കേട്ടതായിട്ട് ഭാവിച്ചില്ല. അവൻ നേരെ വീട്ടിലെ കലവറയിലേക്ക് പോയിട്ട് തന്റെ പ്രിയപ്പെട്ട ആയായിട്ടുള്ള യൂറിക്ലിയെ വിളിച്ചു. കുറച്ച് നല്ല വീഞ്ഞും 12 തോൾ സഞ്ചികളിൽ ബാർലി പൊടിയൊക്കെ തയ്യാറാക്കി തരണമെന്നാണ് അവൻ അവരോട് ആവശ്യപ്പെട്ടത്. താൻ അച്ഛനെ അന്വേഷിച്ച് സ്പാർട്ടയിലേക്കും പിന്നെ പൈലോസിലേക്കും ഒക്കെ പോവുകയാണ്. താൻ പോയി 12 ദിവസം കഴിയാതെ അമ്മയോട് ഇതൊന്നും പറയരുത്. അമ്മ കരഞ്ഞു തളരാനായിട്ട് അവൻ ആഗ്രഹമില്ലായിരുന്നു. യൂറിക്ലിയെ കരഞ്ഞുകൊണ്ട് അവനെ തടയാൻ നോക്കിയെങ്കിലും ഒടുവിൽ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാം തയ്യാറാക്കി നൽകി. അങ്ങനെ രാത്രിയായി. ഇത്താക്കയിലെ തെരുവുകളിൽ ഇരുട്ട് പരന്നു. പ്രഭുക്കന്മാരെല്ലാം മദ്യപിച്ച് ലക്ക് കെട്ട് ഉറക്കമായി. ഈ സമയത്ത് അധീനാദേവി ടെലിമാക്കസിന്റെ രൂപം ധരിച്ചിട്ട് നഗരത്തിലൂടെ നടന്നിട്ട് ധീരന്മാരായിട്ടുള്ള 20 യുവാക്കളെ കണ്ടെത്തി ഇവന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. പിന്നീട് ഉറപ്പുള്ള ഒരു കപ്പലും അവർ സംഘടിപ്പിച്ചു. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാം കൂടി കപ്പലിൽ സാധനങ്ങൾ കയറ്റി. ടെലിമാക്കസ് കപ്പലിന്റെ അമരത്തിരുന്നു. അതോടുകൂടി കാറ്റ് അനുകൂലമായിട്ട് വീശാൻ തുടങ്ങി. തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ആ കപ്പല് മുന്നോട്ടേക്ക് കുതിച്ചു. അവസാനം രാത്രി കഴിഞ്ഞു, സൂര്യൻ ഉദിച്ചുയർന്നു. അപ്പോഴേക്കും അവർ പൈലോസിന്റെ മണൽത്തിട്ടകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആ സമയം അവിടെ കടൽക്കരയിൽ വലിയൊരു ഉത്സവം നടക്കുകയായിരുന്നു. കറുത്ത കാളകളെ ബലിയർപ്പിച്ച് സമുദ്രദേവനായിട്ടുള്ള പൊസൈഡോണിനെ അവർ ആരാധിക്കുകയായിരുന്നു. 9 വരികളിലായിട്ട് 500ഓളം ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ നടുവിൽ സ്വർണ്ണ കസേരയിൽ പൈലോസിലെ രാജാവായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള നെസ്റ്റർ രാജാവ് ഇരിപ്പുണ്ട്. ട്രോയ് യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കൂടിയ അറിവുള്ള രാജാവായിരുന്നു നെസ്റ്റർ. ടെലിമാക്കസും കൂട്ടരും കപ്പലിൽ നിന്ന് ഇറങ്ങി അവിടേക്ക് ചെന്നു. നെസ്റ്ററിന്റെ മകനായിട്ടുള്ള പെയ്സിസ്റ്റാറ്റസ് ഓടി വന്നിട്ട് അവരുടെ കൈകൾ പിടിച്ചിട്ട് സ്വീകരിച്ചു. അവിടെ അതിഥികളായിട്ട് വന്ന അവരെ സദ്യയിൽ പങ്കുചേരാനായിട്ട് അവൻ ക്ഷണിക്കുകയും ചെയ്തു. ഭക്ഷണത്തിന് ശേഷം നെസ്റ്റർ ഈ വന്ന ആളുകൾ ആരാണെന്നും എവിടെ നിന്നാണ് വരുന്നതെന്നും ഒക്കെ ഇവരോട് ചോദിച്ചു. അത് കേട്ടപ്പോഴേക്കും ടെലിമാക്കസ് എഴുന്നേറ്റ് നിന്ന് തന്റെ കഥ പറഞ്ഞു. താൻ ഇത്താക്കയിലെ ഒഡീസിയസിന്റെ മകനാണെന്നും അച്ഛനെക്കുറിച്ച് വല്ല വിവരവും ഉണ്ടോ, അങ്ങേക്ക് അങ്ങനെ വല്ല അറിയാവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നും ഒക്കെ അവൻ അവരോട് തുറന്നങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നെസ്റ്റർ രാജാവ് ഒന്ന് നെടുവീർപ്പിട്ടു. പഴയ യുദ്ധകാലത്തെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിയെത്തി. ഒഡീസിയസിനെ പോലെ ബുദ്ധിമാനും തന്ത്രശാലിയുമായിട്ടുള്ള ഒരാളെ താൻ കണ്ടിട്ടില്ല. ട്രോയിൽ വെച്ച് ഞങ്ങൾ എപ്പോഴും ഒരേ അഭിപ്രായക്കാരായിരുന്നു. യുദ്ധം കഴിഞ്ഞിട്ട് കപ്പലിലൊക്കെ മടങ്ങിയെങ്കിലും ദേവന്മാർ ഞങ്ങളെ വഴിപിരിച്ചു. എല്ലാവരും പല വഴിക്കായി. അതിനുശേഷം ഒഡീസിയസിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്പാർട്ടയിലെ രാജാവായിട്ടുള്ള മെനലാവുസ് ഏറ്റവും ഒടുവിലാണ് തിരിച്ചെത്തിയത്. അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും വിവരം അറിയാൻ സാധ്യതയുണ്ട്. ടെലിമാക്കസിനോട് സ്പാർട്ടയിലേക്ക് പോകുവാനും തന്റെ മകൻ പെയ്സിസ്ട്രാറ്റസ് വഴികാട്ടിയായിട്ട് വരുമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ടെലിമാക്കസ് ഈ നെസ്റ്റർ രാജാവിന്റെ കൊട്ടാരത്തിൽ തങ്ങി. പിറ്റേന്ന് രാവിലെ വേഗത്തിലോടുന്ന കുതിരകളെ കെട്ടിയ രഥത്തിൽ ഈ ടെലിമാക്കസും പെയ്സിസ്ട്രാറ്റസും കൂടിയിട്ട് സ്പാർട്ടയിലേക്ക് യാത്ര തിരിച്ചു. അവസാനം ദിവസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ അവർ മലകളാൽ ചുറ്റപ്പെട്ട സ്പാർട്ടയിൽ എത്തിച്ചേർന്നു. മെനലാവുസിന്റെ കൊട്ടാരം കണ്ട് അവർ ശരിക്കും അമ്പരന്നു പോയി. സ്വർണവും വെള്ളിയും ആനക്കൊമ്പും കൊണ്ട് അലങ്കരിച്ച മനോഹരമായ ഒന്നായിരുന്നു അത്. ആ സമയം അവിടെയും വലിയൊരു ആഘോഷം നടക്കുകയായിരുന്നു. മെനലാവുസിന്റെ മകളുടെ വിവാഹമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതിഥികളെ കണ്ടപ്പോഴേക്കും മെനലാവുസ് രാജാവ് അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ശേഷം രാജകീയമായിട്ടുള്ള ഒരു വിരുന്നങ്ങൊരുക്കി. ഭക്ഷണത്തിന്റെ ഇടയിൽ മെനലാവുസ് തന്റെ മനസ്സ് തുറന്നു. ലോകം മുഴുവൻ സഞ്ചരിച്ച് ധാരാളം സമ്പത്തൊക്കെ നേടിയെങ്കിലും തന്റെ മനസ്സ് നിറയെ ദുഃഖമാണ്. ട്രോജൻ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ ഓർക്കുമ്പോഴേക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. അക്കൂട്ടത്തിൽ തന്നെ ഒഡീസിയസിനെ ഓർക്കുമ്പോഴാണ് ഏറ്റവും വേദന. അദ്ദേഹം തനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് കേട്ടപ്പോഴേക്കും ടെലിമാക്കസിന് സങ്കടം സഹിക്കാനായില്ല. അവൻ തന്നെ മേലങ്കി കൊണ്ട് മുഖം മറച്ചിട്ട് കരഞ്ഞു. ആ സമയത്താണ് ഹെലൻ ആ മുറിയിലേക്ക് കടന്നു വന്നത്. ലോകത്തിലെ ഏറ്റവും സുന്ദരി ഹെലൻ ഓഫ് സ്പാർട്ട അല്ലെങ്കിൽ ഹെലൻ ഓഫ് ട്രോയ് എന്നറിയപ്പെടുന്ന ആ സ്ത്രീയെ. 1000 കപ്പലുകൾ ഈജിയൻ കടൽ മറികടന്ന് ട്രോയി ആക്രമിച്ചത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഹെലൻ നടന്നു വന്ന് ഭർത്താവ് ഈ മെനലാവുസിന്റെ അരികിൽ വന്നിരുന്നു. ടെലിമാക്കസിനെ കണ്ടതും അവൾ അത്ഭുതത്തോടെ മെനലാവുസിനോട് ഈ ഇരിക്കുന്ന യുവാവിനെ കണ്ട് നമ്മുടെ ഒഡീസിയസിന്റെ അതേ മുഖഛായ തോന്നുന്നു എന്ന് കാതില് മന്ത്രിച്ചു. ഉറപ്പായിട്ടും ഇത് അദ്ദേഹത്തിന്റെ മകൻ ടെലിമാക്കസ് തന്നെ ആയിരിക്കും. ഇത് കേട്ടതോടെ ടെലിമാക്കസ് താൻ ഒഡീസിയസിന്റെ മകൻ തന്നെയാണ് എന്ന് സമ്മതിച്ചു. തുടർന്ന് ഹെലനും മെനലാവുസും ചേർന്ന് ട്രോയ് യുദ്ധത്തിന്റെ കഥകൾ പറയുവാൻ തുടങ്ങി. ഒഡീസിയസ് എങ്ങനെയാണ് യാചകന്റെ വേഷത്തിൽ ഈ ട്രോയ് നഗരത്തിൽ നുഴഞ്ഞു കയറിയതെന്നും മരക്കുതിരയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നിട്ട് നഗരം കീഴടക്കിയത് എങ്ങനെയാണ് എന്നും ഒക്കെ അവർ വിവരിച്ചു. ഒടുവിൽ മെനലാവുസ് തന്റെ മടക്കയാത്രയെക്കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു. ഈജിപ്തിലെ ഫാരോസ് എന്ന ദ്വീപിൽ വെച്ചിട്ട് രൂപം മാറാൻ കഴിവുള്ള പ്രോട്യൂസ് എന്ന ദേവനെ ഇദ്ദേഹം കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ദേവനാണ് ഒഡീസിയസ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മെനലാവുസിനോട് പറഞ്ഞത്. അദ്ദേഹം വിശാലമായിട്ടുള്ള ഈജിയൻ കടലിന്റെ നടുവിലെ ഒരു ദ്വീപിലെ കലിപ്സോ എന്ന ദേവതയുടെ തടവിലാണ്. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ടെലിമാക്കസിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. തന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ
അദ്ദേഹം ഒരു ദ്വീപില് ഒറ്റപ്പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. വിശാലമായ സമുദ്രത്തിന്റെ നടുവില് മനുഷ്യർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തത്ര ദൂരത്തില് ഒരു ദ്വീപുണ്ടായിരുന്നു, ഉജീജിയ. ഹോമർ തന്റെ കാവ്യത്തില് ഉജീജിയെ വിശേഷിപ്പിക്കുന്നത് കടലിന്റെ പൊക്കിൾ എന്നാണ്. മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര ദൂരെ സമുദ്രത്തിന് നടുവില് പച്ചപ്പും പൂക്കളും നിറഞ്ഞ പക്ഷികളുടെ പാട്ടും നീരുറവുകളുടെ ശബ്ദവും എപ്പോഴും കേൾക്കാവുന്ന അതീവ സുന്ദരമായ ഒരിടം. അതൊരു സ്വർഗമായിരുന്നു. പക്ഷേ ഒഡീസിയസിന് അതൊരു സ്വർണ്ണ തടവറയായിരുന്നു. മെഡിറ്ററേനിയൻ കടലിലെ മാൾട്ടയ്ക്ക് അടുത്തുള്ള ഗോസോ എന്ന ദ്വീപാണ് ശരിക്കും ഈ ഒജീജിയ എന്നാണ് ചില ആളുകൾ പറയുന്നത്. നിങ്ങൾ ഇന്ന് ഈ ഗോസോയിൽ പോയാൽ അവിടെ കലിപ്സോസ് കേവ് എന്ന പേരിൽ ഒരു ഗുഹ കാണാം. കടലിന്റെ അഭിമുഖമായിട്ട് റംല ബേ എന്ന മനോഹരമായിട്ടുള്ള തീരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആ ഗുഹ കണ്ടാൽ ഹോമർ വർണ്ണിച്ച സ്ഥലം ഇതുതന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അവിടുത്തെ വിനോദസഞ്ചാരത്തിന്റെ പ്രധാന ആകർഷണവും ഈ ഗുഹയാണ്. ഇവിടെ വെച്ചാണ് ഒഡീസിയസ് 7 വർഷം തടവിലായത് എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. ഗ്രീസിലെ ക്രീറ്റ് ദ്വീപിന് തെക്കുള്ള ഗൗഡോസ് എന്ന ചെറിയ ദ്വീപാണ് ഒജീജിയ എന്നും മറ്റു ചില ആളുകൾ പറയുന്നുണ്ട്. പുരാതന കാലത്ത് കപ്പൽ സഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റപ്പെട്ട ഒരു ദ്വീപായിരുന്നു ഇത്. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. പച്ചപ്പട്ട് വിരിച്ചതുപോലെ മനോഹരമായ ഒജീജിയ ദ്വീപിലെ ഗുഹയ്ക്കുള്ളിലാണ് കലിപ്സോ എന്ന അതീവ സുന്ദരിയായിട്ടുള്ള ദേവത വസിച്ചിരുന്നത്. ഇത്തരം സുന്ദരികളെ ഗ്രീക്ക് പുരാണത്തിൽ നിംഫ് എന്നാണ് വിളിക്കുന്നത്. കാട്ടിലൂടെയോ പുഴവക്കിലൂടെയോ ഒക്കെ നടക്കുമ്പോഴേക്കും അവിടെ കാണുന്ന പൂക്കളിലും ഒഴുകുന്ന വെള്ളത്തിലും വീശുന്ന കാറ്റിലുമൊക്കെ ഒരു ദൈവിക സാന്നിധ്യമുണ്ടെന്ന് ഗ്രീക്കുകാർ അങ്ങനെ വിശ്വസിച്ചിരുന്നു. ആ സാന്നിധ്യത്തിന് അവർ നൽകിയ രൂപമാണ്, പേരാണ് നിംഫുകൾ. എപ്പോഴും ചെറുപ്പമായിരിക്കുന്ന, പാട്ടുപാടി നൃത്തം ചെയ്ത് നടക്കുന്ന അതിമനോഹരമായ രൂപമുള്ള കന്യകമാര്. ഇവര് ഒളിമ്പസിലെ വലിയ ദേവന്മാരെ പോലെ ശക്തരല്ല, എങ്കിലും മനുഷ്യരെക്കാൾ അവരുടെ മുകളിൽ നിൽക്കുന്ന ആളുകളാണ്. ദേവന്മാരെ പോലെ ഇവർക്ക് മരണമില്ലാതില്ല, പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾ ഇവർ ജീവിക്കും. ഗ്രീക്ക് പുരാണങ്ങളിലെ അമൃതായിട്ടുള്ള അംബ്രോസിയ കഴിക്കുന്നത് കൊണ്ട് ഇവർക്ക് പ്രായം തോന്നുകയില്ല. ഇവരുടെ ശരീരത്തിൽ ചുളിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം ഒളിമ്പസ് പർവ്വതത്തിൽ ദേവസഭ കൂടിക്കഴിഞ്ഞപ്പോഴേക്കും അധീനാദേവി, നമ്മുടെ ഈ ഒഡീസിയസിന്റെ ഏറ്റവും വലിയ സഹായിയായിട്ടുള്ള അധീനാദേവി ദേവന്മാരുടെ അധിപനും തന്റെ പിതാവും ഒക്കെ ആയിട്ടുള്ള സിയൂസിനോട് ഒരു പരാതി പറഞ്ഞു. 10 വർഷം യുദ്ധം ചെയ്യുകയും പിന്നീട് വർഷങ്ങളോളം കടലിൽ അലയുകയും ചെയ്ത ഒഡീസിയസിനോട് ഇനിയെങ്കിലും കരുണ കാണിക്കണം. അദ്ദേഹം ഇപ്പോൾ ഈ കലിപ്സോ എന്ന് പറഞ്ഞ ഈ ഒരു നിംഫിന്റെ തടവറയിലാണ്. അദ്ദേഹത്തിന് വീട്ടിൽ പോകണം, ഭാര്യയും മകനെയും ഒക്കെ കാണണം. പക്ഷേ കലിപ്സോ അദ്ദേഹത്തെ വിടുന്നില്ല. സിയൂസ് അത് അംഗീകരിച്ചു. അദ്ദേഹം ദേവന്മാരുടെ ദൂതനായിട്ടുള്ള ഹെർമീസിനെ വിളിച്ചു. ശേഷം ഹെർമീസിനോട് ഒജീജിയിലേക്ക് പറക്കുവാനും ഒഡീസിയസിനെ സ്വന്തനാക്കേണ്ട താൻ കൽപ്പിച്ചുവെന്ന് ഈ കലിപ്സോട് പറയുവാനും ആജ്ഞാപിച്ചു. ഇത് കേട്ടതോടെ ഹെർമീസ് തന്റെ സ്വർണ്ണ ചെറുകളുള്ള ചെരുപ്പുകൾ അണിഞ്ഞു. കാറ്റിനേക്കാൾ വേഗത്തില് സമുദ്രത്തിന് മുകളിലൂടെ പറന്ന് ഒജീജിയ ദ്വീപിലെത്തി. ആ ദ്വീപ് മുമ്പ് പറഞ്ഞതുപോലെ ആരെയും മയക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. കലിപ്സോയുടെ ഗുഹയ്ക്ക് മുന്നിൽ എപ്പോഴും സുഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. ഗുഹയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്തുകൊണ്ട് മധുരമായ ശബ്ദത്തിൽ കലിപ്സോ എപ്പോഴും പാട്ടുപാടും. ഗുഹയ്ക്ക് ചുറ്റിനും മുന്തിരി വള്ളികൾ പടർന്ന് പന്തലിച്ചങ്ങ് കിടക്കുകയാണ്. തെളിഞ്ഞ വെള്ളമുള്ള 4 അരുവികൾ 4 വശങ്ങളിലേക്ക് സാവധാനം ഒഴുകുന്നുണ്ട്. പക്ഷേ ഈ സൗന്ദര്യമൊന്നും നമ്മുടെ ഒഡീസിയസിനെ സന്തോഷിപ്പിക്കുന്നില്ല. ഹെർമിസ് അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഒഡീസിയസ് ആ ഗുഹയിൽ ആ സമയത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം കടൽക്കരയിലെ ഒരു പാറയിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം നാടായിട്ടുള്ള ഇത്താക്കയുടെ ദിശയിലേക്ക് നോക്കിയിട്ട് ഒരു നെടുവീർപ്പോടെ അദ്ദേഹം പകൽ മുഴുവൻ അവിടെയാണ് കഴിച്ചുകൂട്ടുന്നത്. മരണമല്ലാതെ മറ്റൊരു മോചനമില്ല എന്ന് അദ്ദേഹം ഭയന്നു. ഇതേ സമയം ദേവദൂതനായിട്ടുള്ള ഈ ഹെർമിസ് കലിപ്സോയുടെ ഗുഹയിൽ പ്രവേശിച്ചു. സിയൂസിന്റെ കൽപ്പന കേട്ടപ്പോഴേക്കും കലിപ്സോ കോപം കൊണ്ടങ്ങ് വിറച്ചു. ദൈവങ്ങൾ വലിയ ക്രൂരന്മാരാണ് എന്ന് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. താനാണ് അദ്ദേഹത്തെ രക്ഷിച്ചതെന്നും കടലിൽ ഒറ്റയ്ക്ക് ഒഴുകി നടന്നപ്പോഴേക്കും അഭയം നൽകിയത് താനാണെന്നും അവൾ വാദിച്ചു. എങ്കിലും ഈ ദേവന്മാരുടെ ദേവനായിട്ടുള്ള സിയൂസിന്റെ കൽപ്പന അനുസരിക്കുകയല്ലാതെ അവൾക്ക് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവില് ഗത്യന്തരമില്ലാതെ അവള് ഈ കലിപ്സോ ഒഡീസിയസിന്റെ അരികിലേക്ക് നടന്നു ചെന്നു. ശേഷം കലിപ്സോ അവളുടെ അവസാനത്തെ അടവ് പുറത്തെടുത്തു. എന്തിനാണ് ഒഡീസിയസ് നീ പോകാനായിട്ട് തിടുക്കം കൂടുന്നത്? ഇവിടെ നിനക്ക് എന്താണ് കുറവുള്ളത്? ഞാൻ നിനക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു സമ്മാനമൊന്നുമല്ല. നീ ഇവിടെ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിന്റെ ശരീരത്തിൽ ഒരിക്കലും ചുളിവുകൾ വീഴില്ല, നിന്റെ തലമുടി നരക്കില്ല, മരണം നിന്നെ തൊടില്ല. നമുക്ക് 2 പേർക്കും കൂടി എന്നെന്നും സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ ജീവിക്കാം. ആ പെനലോപ്പിയേക്കാൾ സൗന്ദര്യം എനിക്കല്ലേ? ഒരു മനുഷ്യ സ്ത്രീക്ക് സൗന്ദര്യത്തിൽ എന്നോട് മത്സരിക്കാൻ കഴിയുമോ? അവൾക്ക് വയസ്സാകും, അവൾ രോഗിയാകും, ഒടുവിൽ അവൾ മരിക്കും. എന്തിനാണ് നീ ആ ദുഃഖത്തിലേക്ക് തിരികെ പോകുന്നത്? അതൊരു വലിയ പരീക്ഷയായിരുന്നു. മരണഭയമില്ലാത്ത ജീവിതം ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന വരമാണ്. പക്ഷേ ഒഡീസിയസ് കലിപ്സോയുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായിട്ട് എന്നാൽ ഉറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. എന്നോട് കോപിക്കരുത്, നീ പറഞ്ഞത് സത്യമാണ്. എന്റെ ഭാര്യ പെനലോപ്പ് സൗന്ദര്യത്തിലോ ബുദ്ധിയിലോ നിന്റെ 7 അയലത്ത് വരില്ല എന്നെനിക്കറിയാം. നീ ഒട്ടനവധി ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്ന ഒരാളാണ്. അവൾ വെറും ഒരു പാവം സ്ത്രീയാണ്, മനുഷ്യ സ്ത്രീയാണ്. അവൾക്ക് വയസ്സാവും, പക്ഷെ എനിക്ക് വേണ്ടത് ആ ജീവിതമാണ്. എനിക്ക് എൻ്റെ വീട് കാണണം,
എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം, മകനെ കാണണം. ഇനി കടലിൽ വെച്ചിട്ട് കൊടുങ്കാറ്റിൽ പെട്ടിട്ട് ഞാൻ മരിച്ചാലും എനിക്ക് യാതൊരു പരാതിയില്ല. വേദനകളും കഷ്ടപ്പാടുകളും നിറഞ്ഞതാണെങ്കിലും എനിക്ക് എൻ്റെ മനുഷ്യ ജീവിതം തന്നെ മതി. ഒരു ദേവനായിട്ട് ഇവിടെ സൂഹിക്കുന്നതിനേക്കാളും ഒരു മനുഷ്യനായിട്ട് എൻ്റെ മണ്ണിൽ മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ മറുപടിയിൽ കലിപ്സോ തോറ്റുപോയി. സ്നേഹം എന്നത് പിടിച്ചു നിർത്തലല്ല, വിട്ടുകൊടുക്കലാണ് എന്ന് അപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത്. ഒഡീസ്യൂസേ, നീ എനിക്കറിയണ്ട, നിനക്ക് പോകാം. ഒരു ചെങ്ങാടം ഉണ്ടാക്കുക, യാത്രയ്ക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ ഞാൻ നൽകാം. ഒഡീസ്യൂസിന് ആദ്യം അത് കേട്ടപ്പോഴേക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അടുത്ത 4 ദിവസങ്ങൾ ഒഡീസ്യൂസ് കഠിനമായിട്ട് അധ്വാനിച്ചു. കലിപ്സോ നൽകിയ കോടാലി ഉപയോഗിച്ച് അദ്ദേഹം 20 വലിയ മരങ്ങൾ വെട്ടിയിട്ടു. അവ ചെത്തിമിനുക്കി തുളകളുണ്ടാക്കി ആണികൾ കൊണ്ട് ബന്ധിച്ചു. അങ്ങനെ ഒരു വലിയ ചെങ്ങാടം അദ്ദേഹം നിർമ്മിച്ചെടുത്തു. 5-ാം ദിവസം കലിപ്സോ അദ്ദേഹത്തിന് വേണ്ടുന്ന വെള്ളവും വീഞ്ഞും ഭക്ഷണവും ഒക്കെ നൽകി ഒഡീസ്യൂസിനെ അവിടെ നിന്നും യാത്രയാക്കി. അങ്ങനെ 7 വർഷങ്ങളിലെ തടവിന് ശേഷം ഒഡീസ്യൂസ് വീണ്ടും കടലിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് യാത്രയായി. 17 രാവും പകലും ഒഡീസ്യൂസ് വിശ്രമിക്കാതെ ചെങ്ങാടം നിയന്ത്രിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അദ്ദേഹം ദിശ മനസ്സിലാക്കി. 18-ാം ദിവസം ദൂരെ ഒരു നിഴൽ പോലെ ഫിയേഷ്യൻസ് എന്ന ജനത വസിക്കുന്ന ദ്വീപിന്റെ മലനിരകൾ കണ്ടു തുടങ്ങി. ഇവര് സാധാരണ മനുഷ്യരല്ല, സാക്ഷാൽ സമുദ്രദേവനായിട്ടുള്ള പൊസൈഡണിന്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകളാണ്. പണ്ട് ഇവര് താമസിച്ചിരുന്നത് ഒറ്റക്കണ്ണുള്ള രാക്ഷസന്മാരായിട്ടുള്ള സൈക്ലോപ്സുകളുടെ അയൽപക്കത്തായിരുന്നു. എന്നാൽ ആ ഭീമന്മാരുടെ രാക്ഷസന്മാരുടെ ശല്യം സഹിക്ക വയ്യാതെ ഇവര് ഷെറിയ എന്ന ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് താമസം മാറ്റി. ഇന്ന് ഗ്രീസിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള കിർക്കിറ അഥവാ കോർഫു എന്ന ദ്വീപാണ് ഇത്. ഇവർ പറയുന്ന ഈ ദ്വീപ് എന്നാണ് ചില ആളുകൾ കരുതുന്നത്. പക്ഷേ ഈ ദ്വീപിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വിധി ഒഡീസ്യൂസിന് എതിരായിരുന്നു. ആ സമയത്ത് എത്യോപ്യയിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന സമുദ്രദേവൻ പൊസൈഡൻ ദൂരെ നിന്ന് ഒഡീസ്യൂസിനെ കണ്ടു. തന്റെ മകനായ ഒറ്റക്കണ്ണൻ സൈക്ലോപ്സിന്റെ കണ്ണ് കുത്തിപ്പൊടിച്ച ശത്രുവാണ് ഒഡീസ്യൂസാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അത് കണ്ടതോടെ പൊസൈഡോൺ ആകെ കലി പിടിച്ചു. അദ്ദേഹം തന്റെ തൃശൂലം ട്രൈഡൻ എടുത്തുകൊണ്ട് സമുദ്രത്തെ ഒന്ന് കലക്കി. നിമിഷ നേരം കൊണ്ട് ആകാശം കറുത്തു. 4 ദിശകളിൽ നിന്നും കാറ്റുകൾ ഒരുമിച്ച് വീശിയടിച്ചു. കൂറ്റൻ തിരമാലകൾ പർവ്വതങ്ങളെപ്പോലെ ഉയർന്നു പൊങ്ങി. ഒഡീസ്യൂസിന്റെ ചെങ്ങാടം ഒരു കരിയില പോലെ ആടി ഉലഞ്ഞു. ട്രോയ് യുദ്ധത്തിൽ മരിച്ചിരുന്നുവെങ്കിൽ ഇതിലും ഭേദമായിരുന്നു. അവിടെയായിരുന്നെങ്കിൽ തനിക്ക് രാജകീയമായിട്ടുള്ള ശവസംസ്കാരമെങ്കിലും ലഭിക്കുമായിരുന്നു. ഇതിപ്പോഴ് കടലിലെ മീനുകൾക്ക് ഇരയാകാനാണ് തന്റെ വിധിയെന്ന് ഒഡീസ്യൂസ് സങ്കടപ്പെട്ടു. അടുത്ത നിമിഷം ഒരു വലിയ തിരമാല വന്ന് ചെങ്ങാടത്തിന്റെ മുകളിലേക്ക് ആഞ്ഞു പതിച്ചു. ഉടൻ തന്നെ ഒഡീസ്യൂസ് കടലിലേക്ക് തെറിച്ചങ്ങ് വീണു. എങ്കിലും കരുത്തനായിട്ടുള്ള അദ്ദേഹം നീന്തി ചെങ്ങാടത്തിന്റെ ഒടിഞ്ഞ ഒരു തടി കഷ്ണത്തിൽ പിടിച്ചു കയറി. ആ സമയത്ത് ദേവതയായ ഐനോ കടൽക്കാക്കയുടെ രൂപത്തിൽ വന്ന് ആ തടിയിലിരുന്നു. അവൾക്ക് ഒഡീസ്യൂസിനോട് സഹതാപം തോന്നി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, പൊസൈഡൻ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഭയപ്പെടേണ്ട, നിന്റെ വസ്ത്രങ്ങളെ അഴിച്ചു കളഞ്ഞിട്ട് ഞാൻ നൽകുന്ന തുണി നെഞ്ചിൽ കെട്ടുക. അത് അണിഞ്ഞിരിക്കുന്ന ആ സമയത്തോളം നീ മുങ്ങിപ്പോകത്തില്ല. എന്നാൽ കരയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് കടലിലേക്ക് ഈ വസ്ത്രം എറിഞ്ഞു കളയണം. അങ്ങനെ ഐനോ പറഞ്ഞതനുസരിച്ചിട്ട് ഒഡീസ്യൂസ് അവർ കൊടുത്ത ആ വസ്ത്രം നെഞ്ചിൽ കെട്ടി കൈകൾ വിരിച്ച് നേരെ കടലിലേക്ക് എടുത്തങ്ങ് ചാടി. പൊസൈഡൻ ഇത് കണ്ട് പരിഹസിച്ചു. നീ നീന്തിക്കോ, പക്ഷെ കര കാണുന്നത് വരെയും നീ കഷ്ടപ്പെടും. അതൊരു ശാപമായിരുന്നു. 2 രാവും 2 പകലും ഒഡീസ്യൂസ് കൂറ്റൻ തിരമാലകളോട് മല്ലിട്ടാണ് ആ കടലിൽ കഴിഞ്ഞുകൂടിയത്. 3-ാം ദിവസം രാവിലെ കാറ്റ് സാവധാനം അടങ്ങി. ഫിയേഷ്യസിന്റെ തീരം വളരെ അടുത്താണ് ആ സമയത്തുണ്ടായിരുന്നത്. ഒഡീസ്യൂസ് അത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. പക്ഷെ കരയോട് അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മണൽത്തിട്ടകൾ ഉണ്ടായിരുന്നില്ല. കൂർത്ത പാറക്കെട്ടുകളിലേക്ക് തിരമാലകൾ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അവിടെ ചെന്നിടിച്ചാൽ അസ്ഥികൾ മുഴുവൻ നുറുങ്ങിപ്പോവും. അവിടെ നിന്ന് മാറി ഒഡീസ്യൂസ് പാറക്കെട്ടുകളിൽ നിന്ന് മാറിയിട്ട് ഒരു പുഴ കടലിലേക്ക് ചേരുന്ന ശാന്തമായിട്ടുള്ള ഒരു അഴിമുഖം കണ്ടെത്തി. ശേഷം സാവധാനം കരയിലേക്ക് ഇഴഞ്ഞു കയറി. അവിടെയുള്ള ചതുപ്പിലെ ചെളിയിൽ കുറെ നേരം അനങ്ങാതെ കിടന്നു. ശ്വാസം കിട്ടാതെ അദ്ദേഹത്തിന്റെ നെഞ്ച് വിങ്ങിപ്പൊട്ടി. ഉപ്പുവെള്ളം മൂക്കിലൂടെയും വായിലൂടെയും ഒഴുകിയിറങ്ങി. കുറച്ചു നേരത്തിന് ശേഷം ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഐനോ നൽകിയ ആ ദിവ്യവസ്ത്രം പറഞ്ഞതുപോലെ അഴിച്ച് ആ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. തണുപ്പുകൊണ്ട് വിറയ്ക്കുകയായിരുന്ന ഒഡീസ്യൂസ് സാവധാനം കാട്ടിലേക്ക് വേച്ച് നടന്നു. അവിടെ ഒരു കൂട്ടം ഒലിവ് മരങ്ങൾ ഒന്നിച്ച് വളർന്നു നിൽപ്പുണ്ടായിരുന്നു. അവയുടെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾ കുന്നുകൂടി കിടപ്പുണ്ട്. അദ്ദേഹം ആ ഇലകൾക്കിടയിലേക്ക് നൂഴ്ന്നു കയറി. ഒരു തീപ്പൊരി ചാരത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ശരീരം മുഴുവൻ ഇലകൾ കൊണ്ട് മൂടി. അധിനാദേവത അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഗാഢമായ ഒരു ഉറക്കം നൽകി. ഒഡീസ്യൂസ് എല്ലാ ക്ഷീണവും മറന്ന് നന്നായിട്ടങ്ങ് ഉറങ്ങി. അതേസമയം ആ രാജ്യത്തിലെ രാജാവായിട്ടുള്ള അൽസീനൂസിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ മകൾ നൗസിക്ക ഉറങ്ങുകയായിരുന്നു. ഈ പേര് നോസിക്കിയ എന്നുമൊക്കെ ഉച്ചരിക്കാറുണ്ട്. അധിനാദേവി നൗസിക്കയുടെ തോഴിയുടെ രൂപത്തിൽ അവളുടെ സ്വപ്നത്തിൽ കടന്നു വന്നു. അവൾക്ക് വിവാഹപ്രായമായി എന്നും വസ്ത്രങ്ങളെല്ലാം അഴുക്ക് പിടിച്ച് കിടക്കുകയാണെന്നും നാളെ രാവിലെ തന്നെ അവളും തോഴിമാരും കൂടെ കൂടിയിട്ട് പുഴക്കരയിൽ പോയിട്ട് എല്ലാ വസ്ത്രങ്ങളും അലക്കണം എന്നൊക്കെയാണ് ഈ ദേവത, ഈ അധിനാദേവി
സ്വപ്നത്തിൽ പറഞ്ഞത്. പിറ്റേന്ന് രാവിലെ തന്നെ നൗസിക്ക എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു, അച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് കോവർ കഴുതുകളുടെ മുകളിൽ ഈ വസ്ത്രങ്ങളെല്ലാം വെച്ച് കെട്ടിയിട്ട് അവളും തോഴിമാരും കൂടെ കൂടിയിട്ട് പുഴക്കരയിലേക്ക് പോയി. ഒഡീസിയസ് ഉറങ്ങിക്കിടക്കുന്ന കാടിന് വളരെ അടുത്തായിരുന്നു ആ പുഴ ഉണ്ടായിരുന്നത്. അവർ വസ്ത്രങ്ങളെല്ലാം അലക്കി ഉണക്കാനങ്ങിട്ടു. അതിനുശേഷം കുളിച്ച് ഭക്ഷണം കഴിച്ചു. ശേഷം ഈ തുണികൾ ഉണങ്ങി കിട്ടുന്ന സമയം നേരം പോകാൻ വേണ്ടിയിട്ട് ഇവര് ഈ രാജകുമാരിയും തോഴിമാരും പന്ത് കളിക്കാൻ തുടങ്ങി. കളി മുറുകി കഴിഞ്ഞപ്പോഴേക്കും നൗസിക്ക എറിഞ്ഞ ഒരു പന്ത് ഒരു തോഴിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. അത് ഉരുണ്ടിട്ട് പുഴയിലെ ആഴമുള്ള കയത്തിലേക്ക് വീണു. അത് കണ്ടിട്ട് തോഴിമാരെല്ലാവരും അയ്യോ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളി കേട്ടിട്ടാണ് ഒഡീസിയസ് ഞെട്ടി ഉണർന്നത്. മനുഷ്യരുടെ ശബ്ദമാണോ അതോ വല്ല രാക്ഷസന്മാരൊക്കെയാണോ എന്ന് അദ്ദേഹം ഭയന്നുപോയി. അദ്ദേഹം ഉണങ്ങിയ ഇലകൾക്ക് അകത്താണല്ലോ ചൂണ്ടുകൂടി കിടക്കുന്നത്. അദ്ദേഹം സാവധാനം അവിടെ നിന്ന് എഴുന്നേറ്റു. ഉപ്പുവെള്ളം കൊണ്ട് ശരീരം ആകെ വികൃതമായ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മരച്ചില്ല ഒടിച്ചിട്ട് അദ്ദേഹം ശരീരം മറച്ചു. കാട്ടിൽ നിന്ന് ഒരു സിംഹം ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെയാണ് അദ്ദേഹം പെൺകുട്ടികളുടെ ഇടയിലേക്ക് ആ മുമ്പിലേക്ക് നടന്ന് ഇറങ്ങി വന്നത്. ഒഡീസിയസിന്റെ ഭീരരൂപം കണ്ടിട്ട് തോഴിമാര് പേടിച്ച് നാലിവിടം ചിതറി ഓടി. പക്ഷേ അൽസിനൂസിന്റെ മകളായിട്ടുള്ള നൗസിക്ക മാത്രം ഓടിയില്ല. ഒഡീസിയസ് അടുത്തേക്ക് ചെല്ലാതെ ദൂരെ നിന്ന് തന്നെ അവളോട് അപേക്ഷിച്ചു. താൻ വലിയൊരു ദുരന്തത്തിൽപ്പെട്ട ആളാണ്, 20 ദിവസമായിട്ട് കടലിൽ അലയുകയാണ് എന്നൊക്കെ അദ്ദേഹം അവരോട് പറഞ്ഞു. നാണം മറയ്ക്കാനായിട്ട് ഒരു കീറ തുണി വേണം, നഗരത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരണം, ഇത് മാത്രം മതി. ഇതാണ് ഇദ്ദേഹം ഈ രാജകുമാരിയുടെ യാചിച്ചത്. നൗസിക്ക പക്ഷേ ഒഡീസിയസിന്റെ അവസ്ഥ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തോട് കരുണ കാണിച്ചു. നൗസിക്ക പറഞ്ഞു, നിന്നെ കണ്ടിട്ട് ഒരു ദുഷ്ടനാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടം ഫിയേഷ്യസ് എന്ന് പറഞ്ഞ ആ ജനതയുടെ നാടാണ്. തൻ്റെ അച്ഛനാണ് രാജാവ്, അൽസീനൂസ് എന്നാണ് ആ രാജാവിൻ്റെ പേര്. ഞാൻ രാജാവിൻ്റെ മകളാണ്. അദ്ദേഹം നല്ല ആളാണ്, താങ്കൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം എന്നൊക്കെ ഈ ഒരു രാജകുമാരി ഒഡീസിയസിനോട് പറഞ്ഞു. ഇതിനുശേഷം അവൾ ഓടിപ്പോയിട്ടുള്ള തോഴിമാരെ തിരിച്ചു വിളിച്ചു. അവർ ഒഡീസിയസിന് കുളിക്കാനായിട്ട് എണ്ണയും ധരിക്കാനായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ നൽകി. കുളിച്ച് വസ്ത്രം മാറി കഴിഞ്ഞപ്പോഴേക്കും അധിനാ ദേവത ഇദ്ദേഹത്തിന് നമ്മുടെ ഒഡീസിയസിന് പ്രത്യേക ഒരു തിളക്കവും സൗന്ദര്യവും ഒക്കെ നൽകി. അത് കണ്ട് നൗസിക്ക അത്ഭുതപ്പെട്ടു പോയി. ഇദ്ദേഹം ദേവന്മാരെ പോലെ സുന്ദരനായിരിക്കുന്നു എന്നാണ് അവൾ മനസ്സിൽ പറഞ്ഞത്. ഞാനിപ്പോൾ മുംബൈ കൊട്ടാരത്തിലേക്ക് നടന്നു പോകാൻ പോവുകയാണ്. താങ്കൾ പിന്നാലെ വരിക. പക്ഷേ നഗരത്തിൽ കടക്കുമ്പോഴേക്കും നിങ്ങൾ തനിച്ച് വരണം. കാരണം നാട്ടുകാർ എന്നെ ഒരു അന്യപുരുഷന്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അപവാദം പറഞ്ഞു വരുത്തും. എനിക്ക് തോന്നുന്നത് ഹോമറിന് സ്ഥലം മാറിപ്പോയതാണെന്നാണ്. മിക്കവാറും ഇത് കേരളമായിരിക്കും. അതുപോട്ടെ, നഗരത്തിലെത്തിയ ശേഷം നിങ്ങൾ നേരെ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് വേണം ചെല്ലാനായിട്ട്. അവിടെ എൻ്റെ അമ്മ അരീറ്റി രാജ്ഞി ഉണ്ടാവും. അമ്മയുടെ കാലിൽ വീണ് വണങ്ങിയാൽ അച്ഛൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അങ്ങനെ ഒഡീസിയസ് ആ രാജകുമാരിക്ക് പിന്നാലെ പുതിയ പ്രതീക്ഷകളോടെ ഫിയേഷ്യസിന്റെ നഗരത്തിലേക്ക് നടന്നു. അധിനാ ദേവി അദ്ദേഹത്തിന് ചുറ്റും കട്ടിയുള്ളൊരു മൂടൽമഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഒഡീസിയസിനെ കണ്ടില്ല. അങ്ങനെ അദ്ദേഹം ഈ അൽസീനൂസ് രാജാവിന്റെ, ഈ രാജകുമാരുടെ അച്ഛന്റെ രാജാവിന്റെ കൊട്ടാരവാതിക്കൽ എത്തിച്ചേർന്നു. അവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഒഡീസിയസ് സ്തംഭിച്ചുപോയി. സൂര്യനോ ചന്ദ്രനോ ഉദിച്ചു നിൽക്കുന്നത് പോലെ ആ കൊട്ടാരം തിളങ്ങുകയാണ്. അതിന്റെ ചുവരുകൾ മുഴുവൻ വെങ്കലം കൊണ്ടുള്ളതായിരുന്നു. വാതിലുകൾ തനി തങ്കം കൊണ്ടും കട്ടളപ്പാടികൾ വെള്ളി കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാതിലിന്റെ ഇരുവശത്തും സ്വർണ്ണത്തിലും വെള്ളിയിലും തീർത്ത നായകളുടെ പ്രതിമകൾ കാവൽ നിൽപ്പുണ്ട്. എന്നാൽ അതിനേക്കാൾ അത്ഭുതം കൊട്ടാരത്തിന് പുറത്തുള്ള തോട്ടമായിരുന്നു. അവിടെ എപ്പോഴും നിറയെ പഴങ്ങളാണ് ഉള്ളത്. ഏത് സീസണിലും പഴങ്ങളുള്ള ഒരു തോട്ടം. മാതള നാരങ്ങകൾ, തിളങ്ങുന്ന ആപ്പിള്, പിന്നെ മധുരമുള്ള അത്തിപ്പഴങ്ങൾ എല്ലാം അവിടെയുണ്ട്. ഒരു കൂട്ടം പഴങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് പഴുക്കുമ്പോഴേക്കും മറ്റൊരു സ്ഥലത്ത് പഴങ്ങൾ അല്ലെങ്കിൽ ആ മരങ്ങൾ പൂവിട്ട് നിൽക്കുകയായിരിക്കും. ആ തോട്ടത്തിൽ എപ്പോഴും വസന്തമാണ്. ഒരു സ്ഥലത്ത് കായകൾ, മറ്റൊരു സ്ഥലത്ത് പൂക്കൾ. മുന്തിരിത്തോട്ടങ്ങളിൽ ഒരു വശത്ത് മുന്തിരി ഉണക്കാനിട്ടിരിക്കുന്നു, മറുവശത്ത് മുന്തിരി പിഴിഞ്ഞെടുക്കുന്നു. ഇതെല്ലാം കണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് ഒഡീസിയസ് ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നടന്നു. ഈ രാജകുമാരി നൗസിക്ക പറഞ്ഞതുപോലെ നമ്മുടെ ഒഡീസിയസ് നേരെ രാജ്ഞിയായിട്ടുള്ള അവളുടെ അമ്മയായിട്ടുള്ള അരീറ്റിയുടെ അടുത്തേക്കാണ് പോയത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന മൂടൽമഞ്ഞ് അപ്രത്യക്ഷമായി. സഭയിലുണ്ടായിരുന്ന പ്രഭുക്കന്മാര് ആ അപരിചിതനെ കണ്ടിട്ട് ഞെട്ടി. ഒഡീസിയസ് രാജ്ഞിയുടെ കാലിൽ വീണ് അപേക്ഷിച്ചു. താൻ വലിയൊരു ദുരന്തത്തിൽപ്പെട്ട ആളാണ്, നാട്ടിലേക്ക് മടങ്ങാനായിട്ട് ഒരു കപ്പൽ നൽകി സഹായിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. ഒഡീസിയസ് രാജ്ഞിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നിങ്ങനെ അപേക്ഷിക്കുന്നത് കണ്ടതോടെ രാജാവിന് നാണക്കേടായി. അങ്ങനെ ഒരാൾ വന്ന് അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല, തൻ്റെ ഒരു രാജ്യത്തിന് നാണക്കേടാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഉടൻ തന്നെ ഓടി വന്നിട്ട് ഈ ഒഡീസിയസിനെ കൈകൾ പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി. അതിനുശേഷം തൻ്റെ മകനിരുന്ന വെള്ളി സിംഹാസനത്തിൽ നിന്ന് അവനെ മാറ്റിയിട്ട് നമ്മുടെ ഈ ഒഡീസിയസ് എന്ന് അറിയില്ല, ഈ അതിഥിയെ അവിടെ ഇരുത്തി. അതിനുശേഷം കൈകൾ കഴുകാനായിട്ട് നല്ല വെള്ളവും പിന്നെ ഭക്ഷണവും ഒക്കെ ഇദ്ദേഹത്തിന് അവർ നൽകി. നാളെ സഭ കൂടി കഴിഞ്ഞാൽ ഒഡീസിയസിനെ വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കാമെന്ന് രാജാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് രാജ്ഞി ഒഡീസിയസിനെ ശരിക്കും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ, ഈ രാജ്ഞി തന്നെ നെയ്തുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ഇത് എവിടുന്ന് കിട്ടി എന്നാണ് രാജ്ഞി ഇദ്ദേഹത്തോട് ചോദിച്ചത്. ഒഡീസിയസ് സത്യം പറഞ്ഞു, ഞാനിങ്ങനെ ഒഴുകി വന്നപ്പോഴേക്കും നിങ്ങളുടെ മകളെ ഞാൻ കണ്ടു, മകൾ എന്നെ സഹായിച്ചതാണ്, അവർ തന്നതാണ് ഈ വസ്ത്രം എന്നൊക്കെ ധൈര്യമായിട്ട് ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും
സത്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഒഡീസിസിനെ അവർക്ക് വലിയ ഇഷ്ടമായി. പിറ്റേന്ന് നമ്മുടെ ഈ അൽസീനോസ് രാജാവ് വലിയൊരു വിരുന്ന് സംഘടിപ്പിച്ചു. 12 ആടുകളെയും 8 പന്നികളെയും 2 കാളകളെയും അവർ അറുത്തു. നാട് മുഴുവൻ വിരുന്നിനായിട്ട് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. വിരുന്നിന്റെ ഇടയിൽ രാജാവ് തന്റെ പ്രിയപ്പെട്ട പാട്ടുകാരനായിട്ടുള്ള ഡെമോഡക്കോസിനെ വിളിച്ചു. ദൈവങ്ങൾ അവന് പാടാനുള്ള കഴിവ് വാരിക്കോരി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും അവന്റെ കണ്ണിന്റെ കാഴ്ച എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ഭൃത്യൻ ആ അന്ധനായിട്ടുള്ള പാട്ടുകാരനെ കൈപിടിച്ച് കൊണ്ടുവന്ന് നടുവിലുള്ള കസേരയിൽ ഇരുത്തി. ഭക്ഷണം കഴിഞ്ഞിട്ട് ഡെമോഡക്കോസ് വീണം വീട്ടി പാടാൻ തുടങ്ങി. ഈ ഡെമോഡക്കോസ് സാക്ഷാൽ ഹോമർ തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം തന്റെ സ്വന്തം കൃതിയിൽ തന്റെ തന്നെ ഒരു കഥാപാത്രത്തെ ഇതിനകത്തേക്ക് ഇട്ടതാണ്. അദ്ദേഹം പാടിയത് ട്രോജൻ യുദ്ധത്തിലെ വീരഗാഥകളായിരുന്നു. ഈ ഡെമോഡക്കോസ് അക്കിലീസും ഒഡീസിസും തമ്മിലുണ്ടായ ഒരു തർക്കത്തെക്കുറിച്ചാണ് അയാൾ അന്ന് പാടിയത്. ഈ പാട്ട് കേട്ടപ്പോഴേക്കും ഒഡീസിസിന്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. തന്റെ പഴയ കാലം, മരിച്ചുപോയ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന് സങ്കടം സഹിക്കാനായില്ല. ഒഡീസിസ് തന്റെ മേലങ്കി കൊണ്ട് മുഖം മറിച്ച് ആരും കാണാതെ കരഞ്ഞു. പാട്ട് നിർത്തുമ്പോഴേക്കും അദ്ദേഹം കണ്ണീര് തുടയ്ക്കും. വീണ്ടും പാടുമ്പോഴേക്കും വീണ്ടും കരയും. ഇത് അൽസീനൂസ് രാജാവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിഥിയുടെ സങ്കടം മാറ്റാനായിട്ട് രാജാവ് എന്ത് ചെയ്തു? കായിക വിനോദങ്ങൾ തുടങ്ങാൻ നിർദ്ദേശിച്ചു. അങ്ങനെ അവര് പുറത്തെ മൈതാനത്തേക്ക് പോയി. ഓട്ടവും ചാട്ടവും ഗുസ്തിയൊക്കെ അവിടെ അങ്ങ് ആരംഭിച്ചു. ഇതിന്റെ ഇടയിൽ യൂരിയാലസ് എന്നൊരു യുവാവ് ഒഡീസിസിനെ പരിഹസിച്ചു. കാണാൻ കൊള്ളാവുന്ന ആളാണ്, വലിയ മേനിയഴവൊക്കെ ഉണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് വലിയ കരുത്തൊന്നുമില്ല എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. വല്ല കച്ചവടം നടത്തുന്ന വ്യാപാരിയോ വല്ലതും ഒക്കെ ആയിരിക്കും, അല്ലാതെ യോദ്ധാവൊന്നുമല്ല, ഇവന് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ജയിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെയാണ് അയാൾ കളിയാക്കിയത്. ഇത് ഒഡീസിസിന്റെ അഭിമാനത്തെ അങ്ങ് മുറിപ്പെടുത്തി. അദ്ദേഹം ചാടിയും എഴുന്നേറ്റും തന്റെ മേലങ്കി പോലും മാറ്റാതെ അവിടെ കിടന്നിരുന്ന ഒരു വലിയ ഒരു കല്ല് ഡിസ്ക് എടുത്തിട്ട് അത് കയ്യിലെടുത്ത ശേഷം സർവ്വശക്തിയും എടുത്തിട്ട് ദൂരേക്ക് അങ്ങ് ആഞ്ഞെറിഞ്ഞു. അത് കാറ്റിനെ കീറി മുറിച്ച് മറ്റുള്ളവരെ എറിഞ്ഞതിനേക്കാളും ഏറെ ദൂരെയാണ് ചെന്ന് വീണത്. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇനി ആർക്കെങ്കിലും നമ്മൾ മത്സരിക്കണോ? ഓട്ടോ, ഗുസ്തിയോ, ബോക്സിങ്ങോ എന്താണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഡീസിസ് എല്ലാവരെയും വെല്ലുവിളിച്ചു. പക്ഷെ ആരും മുന്നോട്ടേക്ക് വന്നില്ല. അവരെല്ലാം ഭയന്നു പോയി. അന്ന് വൈകുന്നേരം വീണ്ടും വിരുന്ന് നടന്നു. ഇത്തവണ ഒഡീസിസ് നമ്മുടെ ഈ പാട്ടുകാരനായിട്ടുള്ള അന്ധനായിട്ടുള്ള ഡെമോഡക്കോസിനോട് ട്രോയിലെ മരക്കുതിരയുടെ കഥ പാടുവാനും ഒഡീസിസ് എങ്ങനെയാണ് ട്രോയ് നഗരം കീഴടക്കിയത് എന്നൊക്കെ വിവരിക്കുവാനും ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ ഡെമോഡക്കോസ് ആ കഥ പാടാനായിട്ട് തുടങ്ങി. ഗ്രീക്കുകാരെ കപ്പലുകൾ കത്തിച്ചിട്ട് പിൻവാങ്ങിയതുപോലെ അഭിനയിച്ചതും ഒഡീസിസും വീരന്മാരും കുതിരയുടെ ഉള്ളിൽ ഒളിച്ചിരുന്നതും ഒടുവിൽ ട്രോയ് നഗരം കത്തിയെരിഞ്ഞതും ഒക്കെ അയാൾ നാടകീയമായ രീതിയിൽ അവതരിപ്പിച്ചു. ഇത് കേട്ട നമ്മുടെ ഒഡീസിയസ് ഈ ഭർത്താവ് മരിച്ച് യുദ്ധക്കളത്തിലിരുന്ന് കരയുന്ന ഒരു സ്ത്രീയെ പോലെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. ഉടൻ തന്നെ അൽസീനൂസ് രാജാവ് പാട്ട് നിർത്താനായിട്ട് ആവശ്യപ്പെട്ടു. ഈ വന്നിരിക്കുന്ന അതിഥിയോട് നിങ്ങൾ ശരിക്കും ആരാണെന്നും എന്തിനാണ് ട്രോയുടെ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ കരയുന്നതെന്നും രാജാവ് ചോദിച്ചു. ഒഡീസിയസ് മുഖത്ത് നിന്ന് കണ്ണീര് തുടച്ചു മാറ്റിയ ശേഷം മുഖമൊന്ന് അല്പമൊന്ന് ഉയർത്തിയ ശേഷം പറഞ്ഞു, ഞാൻ ലയാർട്ടസിന്റെ മകൻ ഒഡീസിയസ് ആണ്. ഇത് കേട്ടിട്ട് ആ സദസ്സിലുണ്ടായിരുന്ന സകല ആളുകളും ഞെട്ടിത്തെറിച്ചുപോയി. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഒഡീസിയസ് തന്നെയാണ്. ഈ കഥയിലെ നായകനാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒഡീസിയസിന്റെ കഥ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം എന്നായിരുന്നു എല്ലാവർക്കും താല്പര്യം. ഹോമറിന്റെ ഒഡീസിയസ് എന്ന ഇതിഹാസ കാവ്യം ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഈ അൽസീനൂസ് രാജാവിനോട് ഒഡീസിയസ് ഫ്ലാഷ് ബാക്ക് ആയിട്ട് തന്റെ കഥ പറയുന്ന രീതിയിൽ തന്നെയാണ് ഹോമർ ഒഡീസിയസ് എന്ന് പറഞ്ഞ ആ രചന ഇതിഹാസം രചിച്ചിരിക്കുന്നത്. അങ്ങനെ സാക്ഷാൽ ഒഡീസിയസ് തന്നെ തന്റെ കഥ പറഞ്ഞു തുടങ്ങി. ട്രോയ് നഗരം വിട്ട് കലിപ്സോയുടെ ഗുഹയിൽ തടവുകാരനായിട്ട് എത്തിയതുവരെയുള്ള പഴയ കഥയാണ് ഒഡീസിയസ് ഇനി നമ്മളോട് പറയുന്നത്. പത്ത് വർഷങ്ങൾ നീണ്ടുനിന്ന ചോരക്കളിക്കും തീരാത്ത പകയ്ക്കും ഒടുവിൽ ട്രോയ് എന്ന മഹാനഗരം വെറും ഒരു ചാരക്കൂമ്പാരമായിട്ട് മാറി. ആകാശത്തേക്ക് ഉയരുന്ന കറുത്ത പുകച്ചുള്ളുക്ക് കീഴെ ഗ്രീക്ക് സൈന്യം തങ്ങളുടെ വിജയത്തിന്റെ അവസാന തിരക്കിലായിരുന്നു. തകർന്നു കിടക്കുന്ന മതിലുകൾക്കും അപ്പുറം ട്രോയ് നഗരത്തിന്റെ തീരങ്ങളിൽ നങ്കൂരമിട്ട് കിടക്കുന്ന 12 കപ്പലുകൾ യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അത് ഇത്താക്കിലെ രാജാവായിട്ടുള്ള ഒഡീസിസിന്റെ കപ്പൽ വ്യൂഹമായിരുന്നു. ട്രോയ് വിട്ടകന്ന ഒഡീസിസിന്റെ കപ്പലുകളെ കാറ്റ് ആദ്യം കൊണ്ടുചെന്ന് എത്തിച്ചത് ഇസ്മാറസ് എന്ന തീരദേശ നഗരത്തിലേക്കാണ്. ഇന്നത്തെ വടക്കൻ ഗ്രീസിൽ തുർക്കിയുടെ അതിർത്തിയിലുള്ള ത്രേസ് എന്ന പ്രദേശത്താണ് ഇസ്മാറസ് സ്ഥിതി ചെയ്തിരുന്നത്. ഇന്നത്തെ ഭൂപടം നോക്കിയാൽ മരോണിയ എന്ന ആധുനിക പട്ടണത്തിനടുത്തായിട്ടാണ് പുരാതന ഇസ്മാറസ് ഉണ്ടായിരുന്നത്. ഇന്നും അവിടെ ഇസ്മാരോസ് എന്ന പേരിൽ ഒരു പർവ്വതമുണ്ട്. ഈ കഴിഞ്ഞുപോയ ട്രോജൻ യുദ്ധത്തിൽ ട്രോയിയെ സഹായിച്ച സിക്കോൺസ് എന്ന ജനതയായിരുന്നു അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. 10 വർഷത്തെ യുദ്ധം കഴിഞ്ഞിട്ട് രക്തത്തിന്റെ രുചി മാറും മുമ്പേ ഗ്രീക്ക് സൈന്യത്തിന്റെ ഉള്ളിലെ കൊള്ളക്കാർ വീണ്ടും ഉണർന്നു. നമുക്ക് ഈ നഗരം കൊള്ളയടിക്കാം. സൈനികർ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. അതൊരു മിന്നലാക്രമണമായിരുന്നു. സിക്കോൺസ് ജനതയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ ഗ്രീക്കുകാർ ഇസ്മാറസിലേക്ക് ഇരച്ചു കയറിയത്. ആണുങ്ങളെ കൊന്നൊടുക്കിയും സ്ത്രീകളെ തടവിലാക്കിയും വീടുകളെ കൊള്ളയടിച്ചും അവർ നഗരം പിടിച്ചെടുത്തു. ആടുകളെയും മാടുകളെയും വീപ്പക്കണക്കിന് വീഞ്ഞും ഒക്കെ അവർ കപ്പലുകളിലേക്ക് കടത്തി. പക്ഷെ അവിടം കൊണ്ട് നിർത്തണമായിരുന്നു. ബുദ്ധിമാനായിട്ടുള്ള ഒഡീസിയസ് അപകടം മണത്തു. മതി, നമുക്ക് ഇപ്പോൾ തന്നെ കപ്പലിലേക്ക് കയറാം. ഉൾനാടുകളിൽ നിന്ന് കൂടുതൽ ശത്രുക്കൾ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്നും രക്ഷപ്പെടണം. അദ്ദേഹം തന്റെ അനുയായികളോട് അപേക്ഷിച്ചു. പക്ഷേ
വിജയത്തിലും വീഞ്ഞിന്റെ ലഹരിയിലും മുങ്ങി നിന്നിരുന്ന സൈനികര് ആ വാക്ക് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. എന്തിനു പേടിക്കണം? നമ്മൾ ട്രോയിയെ തകർത്തെറിഞ്ഞവരാണ്. നമുക്ക് ഇന്ന് രാത്രിയിൽ ഇവിടെ ആഘോഷിക്കാം. ഒഡീസീസിന്റെ അപേക്ഷകൾ, കൽപ്പനകൾ ഇതൊക്കെ കാട്ടിൽ പറത്തിയിട്ട് അവർ കടൽ തീരത്ത് കൂടാരങ്ങൾ അടിച്ചു. നൂറുകണക്കിന് ആളുകളെ വെട്ടി നുറുക്കിയിട്ട് തീയിൽ ചുട്ടുനിന്നു. ആയുധങ്ങൾ ദൂരെ വലിച്ചെറിഞ്ഞ് ശത്രുവിന്റെ മണ്ണിലാണെന്ന ധാരണ പോലും ഇല്ലാതെ അവർ ബോധം കെട്ട് അവിടെ കിടന്ന് ഉറങ്ങി. എന്നാൽ ഇരുട്ടിന്റെ മറവിൽ രക്ഷപ്പെട്ട ചില സിക്കോൺസുകൾ ഉൾനാടുകളിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെ തങ്ങളുടെ ബന്ധുക്കളും അവരുടെ ബന്ധുക്കളും മിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീരത്തുള്ളവരെക്കാളും കരുത്തുള്ളവരും കുതിരപ്പുറത്തും രഥങ്ങളിലൊക്കെ യുദ്ധം ചെയ്യാൻ പരിശീലനം ഉണ്ടായിരുന്ന ആളുകളുമായിരുന്നു അവര്. രാത്രി മുഴുവനും അവരെ ആയുധങ്ങൾ രാഗി മിനുക്കി ആക്രമണത്തിനായിട്ട് തയ്യാറായി. പിറ്റേന്ന് പുലരി വിരിഞ്ഞത് സൂര്യപ്രകാശത്തിലേക്കല്ല, മറിച്ച് ശത്രുക്കളുടെ പടയോട്ടത്തിലേക്കാണ്. അസഖ്യം യോദ്ധാക്കള് ആയുധങ്ങളുമായിട്ട് കടൽ തീരത്തേക്ക് ഇരച്ചെങ്ങ് വന്നു. തലേന്നത്തെ ആഘോഷത്തിന്റെ ക്ഷീണത്തിൽ കണ്ണുതിരുമ്പി എഴുന്നേറ്റ ഗ്രീക്കുകാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. ആയുധങ്ങൾ എടുക്കുന്നതിന് മുമ്പേ പലരും വെട്ടേറ്റ് നിലത്ത് വീണു. കടൽ തീരത്ത് ഒരു ഘോര യുദ്ധം തന്നെയാണ് നടന്നത്. ഗ്രീക്കുകാർ ധീരമായിട്ട് പോരാടിയെങ്കിലും എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്ന സിക്കോൺസിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒടുവില് ജീവൻ വേണോ അതോ കൊള്ളമുതൽ വേണോ എന്ന ചോദ്യത്തിന് മുന്നിൽ അവർ കപ്പലിലേക്ക് ഓടിക്കയറി. നങ്കൂരം അറുത്ത് മാറ്റിയ ശേഷം അവർ ഉൾക്കടലിലേക്ക് അതിവേഗം രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. ഓരോ കപ്പലിൽ നിന്നും 6 വീരന്മാരെ വീതമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അത്യാഗ്രഹത്തിന് അവർ നൽകേണ്ടി വന്ന വിലയായിരുന്നു അത്. സുരക്ഷിതമായിട്ട് കടലിലെത്തിയ ശേഷം മരിച്ചുപോയ ഓരോ സൈനികന്റെയും പേര് 3 തവണ ഉറക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് ഒഡീസിസും സംഘവും പിന്നീട് യാത്ര തുടർന്നത്. തങ്ങളെ കാത്തിരിക്കുന്ന വൻ ദുരന്തങ്ങളുടെ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു ഇസ്മാറാസ് എന്ന് അവരപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇസ്മാറാസിലെ ആക്രമണത്തിനിടയിൽ ഒഡീസിസ് അവിടെ ഉണ്ടായിരുന്ന അപ്പോളോ ദേവന്റെ പൂജാരിയായിട്ടുള്ള മാരോൺ എന്നയാളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൊല്ലാതെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് നന്ദി സൂചകമായിട്ട് മാരോണ് ഒഡീസിസിന് 12 ഭരണികളിലായിട്ട് അതിവീര്യം കൂടിയ ഒരു സ്പെഷ്യൽ വീഞ്ഞ് സമ്മാനിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരിക്കല് ഒഡീസിസിന് പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. പിന്നീട് 9 ദിവസങ്ങൾ കൊടുങ്കാറ്റ് അവരുടെ ദിശ തെറ്റിച്ചു കളഞ്ഞു. അവസാനം 10ാം നാള് കാറ്റ് സാവധാനം ശമിച്ചു തുടങ്ങി. കപ്പലുകൾ ശാന്തമായിട്ടുള്ള ഒരു തീരത്തേക്ക് വന്നങ്ങടിഞ്ഞു. കാഴ്ചയിൽ അതൊരു സ്വർഗം പോലെയാണ് തോന്നിയത്. പൂത്തു നിൽക്കുന്ന ചെടികളും അരുവികളും നിറഞ്ഞ ഒരു പ്രദേശം. ക്ഷണിച്ചവസരായിട്ടുള്ള നാവേര് കരയിലിറങ്ങി വെള്ളം കുടിക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒഡീസിസിന് ഈ നാട് ആരുടേതാണ് എന്നും ഇവിടെ വസിക്കുന്നവർ മിത്രങ്ങളാണോ അതോ ശത്രുക്കളാണോ എന്നും ഒക്കെ അറിയേണ്ടതുണ്ടായിരുന്നു. അതിനാൽ അയാൾ തന്റെ വിശ്വസ്തരായിട്ടുള്ള 3 നാവികരെ തിരഞ്ഞെടുത്തു. പോയി നോക്ക്, ആരാണ് ഈ മണ്ണിൽ ജീവിക്കുന്നത്. അങ്ങനെ ആ 3 പേര് ഉൾനാടുകളിലേക്ക് നടന്നു നീങ്ങി. അവിടെ അവർ കണ്ടത് വിചിത്രമായിട്ടുള്ള ഒരു ജനതയായിരുന്നു. ലോട്ടസ് ഈറ്റേഴ്സ് അഥവാ താമരപ്പൂവ് തിന്നുന്നവർ. ഈ ദ്വീപിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്ക് വലിയ തർക്കമൊന്നുമില്ല. പുരാതന കാലം മുതലൊക്കെ വിശ്വസിക്കപ്പെടുന്നത് ഇത് ആഫ്രിക്കയുടെ വടക്കൻ തീരത്തുള്ള ഇന്നത്തെ ടുണീഷ്യയിലെ ജർബ എന്ന ദ്വീപാണ് എന്നാണ്. മെഡിറ്ററേനിയൻ കടലിലെ ഗൾഫ് ഓഫ് ഗാബസ് എന്ന ഭാഗത്താണ് ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഹെറോഡോട്ടസ് BC 5ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ലിബിയൻ തീരത്തുള്ള ഒരു ജനത ലോട്ടസ് ചെടിയുടെ ഫലം മാത്രമാണ് കഴിച്ചിരുന്നത് എന്നാണ്. ഇവിടെ പറയുന്ന ഈ താമരപ്പൂവുണ്ടല്ലോ, ഈ ലോട്ടസ്, അത് ശരിക്കും നമ്മൾ കാണുന്ന ഈ താമരയല്ല, മറിച്ച് വടക്കൻ ആഫ്രിക്കയിൽ വളരെ സുലഭമായിട്ട് വളരുന്ന സിസിഫസ് ലോട്ടസ് എന്ന് പറയുന്ന ഒരു മുൾച്ചെടിയാണ്. ഇതിന്റെ പഴം നല്ല മധുരമുള്ള ഒന്നാണ്. ഹോമറിന്റെ കഥയിൽ ഈ ലോട്ടസ് ഈറ്റേഴ്സ് ആയുധമേന്തിയ രാക്ഷസന്മാരോ അക്രമാസക്തരായിട്ടുള്ള കാട്ടുവാസികളോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് എപ്പോഴും പുഞ്ചിരിക്കുന്ന ശാന്തരായിട്ടുള്ള മനുഷ്യരായിരുന്നു. അവർ വന്നവരെ, ഈ ഒഡീസിസിന്റെ 3 നാവികരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. വിശന്നു പറഞ്ഞ ആ നാവികർക്ക് അവർ തങ്ങളുടെ ഭക്ഷണമായിട്ടുള്ള ഈ തേൻ പോലെ മധുരിക്കുന്ന ആ താമരപ്പൂവ് വെച്ചങ്ങ് നീട്ടി. വിശപ്പിന്റെ വിളിയിൽ ഒട്ടും സംശയിക്കാതെ ആ നാവികര് ആ പൂക്കളും കായ്കളും വാങ്ങി കഴിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ പിന്നിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വിഷത്തിന്റെ ചതിയല്ല, മറിച്ച് മറവിയുടെ ചതി. പൂവിന്റെ നീര് തൊണ്ടയിലിറങ്ങിയ ആ നിമിഷം ആ നാവികരുടെ മനസ്സ് മാറി മറിഞ്ഞു. അതുവരെയും അവരുടെ ഉള്ളിൽ കാത്തു നിന്നിരുന്ന വീടെന്ന സ്വപ്നം, തങ്ങളെ കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും, തിരിച്ചുപോക്കിന്റെ ആവേശം, ഇതെല്ലാം ഒറ്റയടിയങ്ങ് മാഞ്ഞുപോയി. ഇനി ഒരിക്കലും തിരിച്ചു പോകണ്ടെന്നും ഈ സുന്ദരമായ ദ്വീപില് താമരപ്പൂവും തിന്ന് സകലതും മറന്ന് അലസമായിട്ട് ജീവിച്ചാൽ മാത്രം മതിയെന്നും അവർക്ക് തോന്നി. ട്രോജൻ യുദ്ധത്തിന്റെ ഭീകരതയോ കടലിലെ കഷ്ടപ്പാടുകളോ ഒന്നും അവരുടെ ഓർമ്മയിൽ ഇല്ലാതായി. വെറും ശൂന്യമായിട്ടുള്ള ഒരു സന്തോഷം മാത്രം അവശേഷിച്ചു. പുരാതന കാലത്ത് ഈ ദ്വീപ് നിവാസികൾ ഈ പഴം അരച്ച് ഒരുതരം വീഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുടിച്ചാൽ വല്ലാത്തൊരു ലഹരിയും ഉറക്കവും അലസതയും ഒക്കെ തോന്നുമെന്ന് ചരിത്രരേഖകളുണ്ട്. എല്ലാം മറന്ന് അവിടെ തന്നെ ഇരിക്കുവാനൊക്കെ തോന്നും. ഹോമർ വിവരിച്ചതുപോലെ വീടും നാടും മറക്കാൻ സഹായിക്കുന്ന ആ മരുന്ന് ഈ പഴച്ചാറായിരുന്നു എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. തിരിച്ചു വരാത്തവരെ അന്വേഷിച്ചിട്ട് നമ്മുടെ ഒഡീസിസ് നേരിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ടത് കരഞ്ഞ് നിലവിളിക്കുന്ന സ്വന്തം അനുയായികളെയാണ്. ഞങ്ങൾക്ക് തിരിച്ചു വരണ്ട, ഞങ്ങളിവിടെ വിട്ടേക്ക് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ അങ്ങനെ പറഞ്ഞിട്ട് ഒഡീസിസിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുകയാണ്. പക്ഷേ ഒഡീസിസ് പതറിയില്ല. തന്റെ സഹപ്രവർത്തകരെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാനുണ്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല. പിടിക്കവരെ, ഒഡീസിസ് അലറി.
ബലപ്രയോഗത്തിലൂടെ കരഞ്ഞു നിലവിളിക്കുന്ന ആ 3 പേരെയും അവർ വലിച്ചിഴച്ച് കപ്പലിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവർ കുതിറി മാറാനായിട്ട് നോക്കിയെങ്കിലും ഒഡീസിസ് അവരെ കപ്പലിന്റെ ബെഞ്ചുകളിൽ വരിഞ്ഞങ്ങ് കെട്ടി. വേഗം കപ്പലെടുക്ക്, ആരും ആ പൂവ് തൊട്ടുപോയേക്കരുത്, ഒഡീസിസ് ബാക്കിയുള്ളവരോട് കർശനമായിട്ട് പറഞ്ഞു. ആരെങ്കിലും ആ പൂവ് തിന്നാൽ അവൻ ഒരിക്കലും തന്റെ വീട് കാണില്ല. അത് കേട്ടതോടെ നാവികര് സകല ശക്തിയും എടുത്തിട്ട് ആഞ്ഞങ്ങ് തുഴഞ്ഞു. മനോഹരമായ ആ ദ്വീപ് അകന്നകന്ന് പോകുമ്പോഴും കെട്ടിയിട്ട ആ 3 നാവികരുടെ വിലാപം കാറ്റിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് അവരെത്തിച്ചേർന്നത് വന്യമായിട്ടുള്ള മറ്റൊരു ദ്വീപിലാണ്. അവിടെ നിയമങ്ങളില്ല, കൃഷിപ്പണികളില്ല. സൈക്ലോപ്സ് എന്ന ഭീമാകാരന്മാരായിട്ടുള്ള ഒറ്റക്കണ്ണൻ രാക്ഷസന്മാരാണ് അവിടെ താമസിക്കുന്നത്. സൈക്ലോപ്സ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വട്ടക്കണ്ണുള്ളവൻ എന്നാണ്, സർക്കിൾ ഐഡ്. ഇവർ വെറും രാക്ഷസന്മാരായിരുന്നില്ല, മറിച്ച് തീയും ലോഹവും കൊണ്ട് വിസ്മയങ്ങൾ തീർക്കുന്ന കൊല്ലന്മാരായിരുന്നു. ഒളിമ്പസിലെ ദേവന്മാർക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിച്ചു നൽകിയത് ഇവരായിരുന്നു. സാക്ഷാൽ സിയൂസ് ദേവൻ കയ്യിലെന്ന ഇടിവാള്, സമുദ്രദേവനായിട്ടുള്ള പൊസൈഡണിന്റെ കയ്യിലുള്ള തൃശൂലം, പിന്നെ പാതാള ദേവനായിട്ടുള്ള ഹേഡീസിന്റെ കയ്യിലുള്ള അദൃശ്യനാകാനുള്ള തൊപ്പി, ഇതെല്ലാം നിർമ്മിച്ചത് സൈക്ലോപ്സുകളുടെ പണിപ്പുരയിലാണ്. അഗ്നിപർവ്വതങ്ങളുടെ ഉള്ളിലിരുന്നാണ് ഇവർ പണിയെടുക്കുന്നതെന്നും അവിടെ നിന്ന് വരുന്ന പുകയും തീയും ഒക്കെയാണ് ഇവരുടെ ശ്വാസമെന്നൊക്കെയാണ് നമ്മുടെ ഈ ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. ഇവര് സമുദ്രദേവനായിട്ടുള്ള പൊസൈഡന്റെ മക്കളാണ് എന്നാണ് വിശ്വാസം. കൗതുകം നമ്മുടെ ഒഡീസിസിന്റെ കൂടപ്പുറപ്പായിരുന്നു. ആ ദ്വീപിലെ വലിയ ഗുഹയിൽ ആരാണ് താമസിക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് അടക്കാനായില്ല. അങ്ങനെ ഒരു 12 വീരന്മാരെയും കൂട്ടിയിട്ട് ഒപ്പം ഇസ്മാറസിൽ നിന്ന് കിട്ടിയ അപ്പോളോ ദേവന്റെ പൂജാരിയായിട്ടുള്ള മാരോൺ നൽകിയ വീര്യം കൂടിയ വീഞ്ഞും കയ്യിലെടുത്തിട്ട് അദ്ദേഹം ആ ഗുഹയിലേക്ക് കയറി. ആ ഗുഹ ഒരു അത്ഭുത ലോകമായിരുന്നു. വലിയ കുട്ടകളിൽ നിറയെ പാൽക്കട്ടകൾ, ചീസ്, തൊഴുത്തുകളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആട്ടിൻകൂട്ടികൾ. നമുക്ക് ഈ ഭക്ഷണം എടുത്തുകൊണ്ട് വേഗം രക്ഷപ്പെടാം, ഈ അനുയായികൾ ഒഡീസിസിനോട് പറഞ്ഞു. പക്ഷേ ഗുഹയുടെ ഉടമസ്ഥനെ കണ്ട് അതിഥി സൽക്കാരം സ്വീകരിച്ച ശേഷം മാത്രമേ താൻ മടങ്ങൂ എന്ന് നമ്മുടെ ഈ ഒഡീസിസ് വാശി പിടിച്ചു. ഒരു കാര്യമില്ലാത്ത വാശി. അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്നു. പോളിഫെമസ് എന്നായിരുന്നു അവൻ്റെ പേര്. ഒരു വലിയ മലയുടെ വലുപ്പമുണ്ടായിരുന്നു ആ ഒരു രാക്ഷസന്. നെറ്റിയിൽ വട്ടത്തിൽ ഒരൊറ്റ കണ്ണ് മാത്രം. അവൻ തൻ്റെ ആടുകളെ ഗുഹയിലേക്ക് തെളിച്ചു കയറ്റി. എന്നിട്ട് 20 കുതിരവണ്ടികൾക്ക് പോലും അനക്കാൻ കഴിയാത്തത്ര വലിയൊരു പാറക്കല്ലുകൊണ്ട് ഗുഹയുടെ വാതിൽ അങ്ങ് അടച്ചു. തൻ്റെ ഗുഹയുടെ ഉള്ളിൽ ഒഡീസിസിനെയും കൂട്ടരെയും കണ്ടപ്പോഴേക്കും അവൻ ഗർജിച്ചു. അവർ ഗ്രീക്കുകാരാണെന്നും ട്രോജൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണെന്നും ദേവന്മാരെ ഓർത്തിട്ട് തങ്ങളെ ഉപദ്രവിക്കരുത് എന്നും തങ്ങൾക്ക് ഭക്ഷണവും ആഹാരവും ഒക്കെ തന്നിട്ട് തങ്ങളെ പറഞ്ഞു വിടണം എന്നൊക്കെയാണ് ഈ ഒഡീസിസ് ഇയാളോട് പറഞ്ഞത്, ഈ രാക്ഷസനോട് പറഞ്ഞത്. എന്നാൽ ഒരു ദൈവത്തെയും ദേവന്മാരെയും തനിക്ക് ഭയമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ രാക്ഷസൻ ഒഡീസിസിന്റെ 2 ആളുകളെ കയ്യിലേക്കങ്ങ് എടുത്തു. എന്നിട്ട് ശേഷം നിലത്തടിച്ചിട്ട് അവരുടെ തല തകർത്തു. അത് കഴിഞ്ഞിട്ട് ഒരു സിംഹത്തെ പോലെ അവരെ പച്ചയ്ക്ക് അവനങ്ങ് ഭക്ഷിച്ചു. ഇത് കണ്ട് മറ്റുള്ളവർ ഭയന്ന് നിലവിളിച്ചു പോയി. ഭക്ഷണം കഴിച്ചിട്ട്, അതായത് ഈ മനുഷ്യരെ 2 പേരെയും കഴിച്ചിട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ രാക്ഷസൻ കൂർക്കം വലിച്ച് ഉറങ്ങി തുടങ്ങി. ആ സമയത്ത് തൻ്റെ വാളെടുത്ത് അവനെ നെഞ്ചിൽ കുത്തി ഇറക്കുവാനായിട്ട് ഒഡീസിസ് ആലോചിച്ചു. പക്ഷേ അദ്ദേഹം വേണ്ട എന്ന് വെച്ച്. കാരണം അവനെ കൊന്നാൽ ഈ ഗുഹയുടെ വാതിലിലെ ആ വലിയ കല്ല് മാറ്റാനായിട്ട് ഇവർക്ക് കഴിയില്ല. അപ്പം ഇവനെക്കൊണ്ട് തന്നെ ആ കല്ല് മാറ്റിക്കണം. മാറ്റിയില്ലെങ്കിൽ ഇവർ ഇവിടെ കിടന്ന് മരിക്കും. പിറ്റേന്ന് രാവിലെ ഈ രാക്ഷസൻ വീണ്ടും 2 പേരെ കൂടി തിന്നു. എന്നിട്ട് ആടുകളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി. ശേഷം കല്ലുകൊണ്ട് വാതിൽ അടച്ചു. അന്നത്തെ പകൽ സമയം ഒഡീസിസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി അങ്ങ് തയ്യാറാക്കി. ഗുഹയിൽ ഒരു വലിയ ഒലിവ് മരത്തടി കിടപ്പുണ്ടായിരുന്നു. അവർ അതിൻ്റെ അറ്റം ചെത്തി അങ്ങ് കൂർപ്പിച്ചു. എന്നിട്ട് അത് വൈക്കോൽ കൂനക്കിടയിൽ ഒളിപ്പിച്ചങ്ങ് വെച്ചു. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ രാക്ഷസൻ തിരികെ വന്നു. വീണ്ടും 2 പേരെ കൂടി അവൻ ഭക്ഷണമാക്കി. അപ്പോൾ നമ്മുടെ ഒഡീസിസ് ഒരു വലിയ പാത്രത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വീഞ്ഞുണ്ടല്ലോ, മുമ്പ് പറഞ്ഞ ആ വീഞ്ഞ്, അതുമായിട്ട് അവൻ്റെ അരികിലേക്ക്, ഈ രാക്ഷസന്റെ അരികിലേക്ക് സാവധാനം ചെന്നു. മനുഷ്യമാംസം തിന്ന് ദാഹിച്ചിരിക്കുന്ന അവനോട് വീഞ്ഞ് കുടിച്ചാൽ നല്ലതാണ് എന്ന് ഒഡീസിസ് തട്ടിപ്പെട്ടു. അത് കേട്ടിട്ട് അവനത് കുടിക്കുകയും ഈ രാക്ഷസന് അത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ വീഞ്ഞ് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. അത് കുടിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും രാക്ഷസൻ ഒഡീസിസിനോട് നിന്റെ പേരെന്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ തലയിലേക്ക് ലഹരി സാവധാനം പടർന്നു കയറുന്നുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് തൻ്റെ പേര് ആരുമല്ല എന്നർത്ഥമുള്ള ഔട്ടിസ് അഥവാ നോബഡി എന്നാണ് ഒഡീസിസ് അവനോട് കള്ളം പറഞ്ഞത്. അത് കേട്ട് ചിരിച്ച ആ രാക്ഷസൻ നോബഡിയെ അവസാനം മാത്രമേ താൻ തിന്നൂ എന്നും അതാണ് നിനക്കുള്ള സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കത്തിലേക്ക് സാവധാനം വഴുതി അങ്ങ് വീണു. ഇതാണ് പറ്റിയ അവസരം. അവര് മുമ്പ് കൂർപ്പിച്ചു വെച്ചിരുന്ന ആ ഒലിവ് മരത്തടി തീയിലിട്ട് പഴിപ്പിച്ചു. അത് ചുവന്ന് തൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവരത് എടുത്ത് ഉയർത്തിയിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന ആ രാക്ഷസന്റെ ഒറ്റക്കണ്ണിലേക്ക് ആഞ്ഞങ്ങ് കുത്തിയിറക്കി. അതോടെ അവൻ വേദന കൊണ്ട് അലറിക്കരഞ്ഞു. അവന്റെ ഉച്ചത്തിലുള്ള നിലവിളി കാരണം ആ ഗുഹയങ്ങ് അപ്പാടെ കുലുങ്ങി. ഒഡീസിസും കൂട്ടി അത് കണ്ട് ആകെ ഭയന്നുപോയി. അവൻ കണ്ണിൽ നിന്നും അവർ കുത്തിക്കയറ്റിയ തടി ഒരു വിധത്തിൽ വലിച്ചങ്ങൂരി. അവന്റെ നിലവിളി കേട്ടിട്ട് മറ്റ് സൈക്ലോപ്സുകൾ, ഇവന്റെ കൂട്ടത്തുള്ള മറ്റ് രാക്ഷസന്മാര് ഗുഹയ്ക്ക് പുറത്ത് തടിച്ചുകൂടി. ആരാ നിന്നെ ഉപദ്രവിക്കുന്നത് എന്ന് അവര് പുറത്തു നിന്ന് അകത്തേക്ക് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് വിളിച്ചു ചോദിച്ചു.
ഗുഹയ്ക്കുള്ളിൽ നിന്ന് നോബഡിയാണ് തന്നെ ഉപദ്രവിക്കുന്നത് കൊല്ലുന്നത് എന്നാണ് ഈ ഇവൻ വിളിച്ചു പറഞ്ഞത്. അതായത് നോബഡി ഈസ് കില്ലിങ് മീ, അതായത് ഇവനെ ആരും ഉപദ്രവിക്കുന്നില്ല എന്നാണ് പുറത്തുള്ള ആളുകൾ, ആ സൈക്ലോപ്സുകൾ വിചാരിച്ചത്. ആരും തന്നെ കൊല്ലാൻ നോക്കുന്നില്ല, നോബഡി ഈസ് കില്ലിങ് മീ എന്നാണ് ഇവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന് വട്ടായി, അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ ശിക്ഷയാണ് എന്നൊക്കെയാണ് ഈ പുറത്തു കൂടിയ സൈക്ലോപ്സുകൾ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ സാവധാനം മടങ്ങിപ്പോയി. അങ്ങനെ ഈ ഒഡീസിസിന്റെ ബുദ്ധി ഫലിച്ചു. പക്ഷെ അവർക്ക് എങ്ങനെയും ഗുഹയ്ക്ക് പുറത്ത് കിടക്കണമല്ലോ. ചുട്ടുപഴിപ്പിച്ച തടി കുത്തിക്കയറ്റി അന്ധനായി മാറിയ രാക്ഷസൻ വാതിലിലെ കല്ല് മാറ്റിയതോടെ അകത്തുള്ള ആടുകൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി തുടങ്ങി. എന്നാൽ ഇപ്പോൾ ഈ അന്ധനായിട്ട് മാറിയിട്ടുള്ള ഈ രാക്ഷസൻ ഈ ആടുകൾ പുറത്തേക്ക് പോകുന്ന കൂട്ടത്തിൽ ഒഡീസിസും കൂട്ടരും പോകുന്നുണ്ടോ എന്ന് ഈ ആടുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ തപ്പി കൈകൊണ്ട് തപ്പി നോക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടതോടെ ഒഡീസിസ് മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. ഇവര് 3 ചെമ്മരി ആടുകളെ പരസ്പരം കൂട്ടിക്കെട്ടി. ശേഷം ആ ആടുകളുടെ വയറിന്റെ അടിയിൽ ഒരാളെ വീതം കെട്ടിത്തൂക്കി. ഈ ആടുകൾ പോകുമ്പോഴത്തേക്കും ആടുകളുടെ വയറിന്റെ അടിയിൽ തൂങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ആടിന്റെ കൂട്ടത്തിൽ ഈ പുറത്തേക്ക് പോകാം. ഈ രാക്ഷസൻ ഈ ആടുകളുടെ പുറത്താണല്ലോ, മുകളിലാണല്ലോ തപ്പി നോക്കുന്നത്. അപ്പോൾ അടിയിൽ കിടക്കുന്ന ഇവരെ കാണാൻ കിട്ടില്ല, അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ അവരെ കിട്ടില്ല. ഒഡീസിസ് ഏറ്റവും വലിയൊരു ആടിന്റെ വയറിന്റെ അടിയിലാണ് തൂങ്ങിക്കിടന്നിരുന്നത്. അതിന്റെ രോമങ്ങളിൽ മുറുകെ പിടിച്ചാണ് അദ്ദേഹം കിടന്നത്. ആടുകൾ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും രാക്ഷസൻ അവയുടെ മുതുകിൽ തപ്പി നോക്കി. എന്നാൽ ആടിന്റെ അടിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒഡീസിസിനെയും കൂട്ടരെയും അവൻ കണ്ടില്ല. അങ്ങനെ അവസാനം അവർ രക്ഷപ്പെട്ടു. എന്നാൽ ഒരു വിധത്തിൽ കപ്പലിൽ കയറി കൂടിയ ശേഷം ഒഡീസിസിന് വീണ്ടും സ്വല്പ അഹങ്കാരം തോന്നി. നിന്റെ കണ്ണ് കൊത്തിപ്പിടിച്ചത് നോബഡി അല്ല എന്നും ഇത് ഇത്താക്കയിലെ ഒഡീസിസ് ആണെന്നും അദ്ദേഹം ഉറക്കെ വിളിച്ചങ്ങ് പറഞ്ഞു. അത് കേട്ട് അവൻ വലിയൊരു പാറക്കല്ല് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് കപ്പലിന്റെ നേർക്ക് ആഞ്ഞെറിഞ്ഞു. അത് കഷ്ടിച്ചാണ് കൊള്ളാതെ പോയത്. ഇവര് രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ ഈ രാക്ഷസൻ തന്റെ അച്ഛനായിട്ടുള്ള സമുദ്രദേവനായിട്ടുള്ള പൊസൈഡോണിനോട് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത്താക്കയിലെ ഒഡീസിസിനെ ശപിക്കണമെന്നും ഈ ഒഡീസിസ് ഒരിക്കലും വീട്ടിലെത്തരുത് എന്നും, ഇനി എത്തിയാൽ തന്നെ ഇവന്റെ കൂട്ടുകാരെല്ലാം മരിച്ചു പോയിട്ട് തകർന്ന കപ്പലിൽ മറ്റുള്ള ആളുകളുടെ സഹായത്തോടെ സ്വന്തം വീട്ടിലെ ദുരന്തങ്ങൾ കണ്ട് അവൻ മടങ്ങിയെത്തട്ടെ എന്നുമൊക്കെയാണ് ഈ സൈക്ലോപ്സ്, ഈ രാക്ഷസൻ ഇവനെ ശപിച്ചത്. അല്ലെങ്കിൽ ഈ രാക്ഷസൻ തന്റെ പിതാവായിട്ടുള്ള സമുദ്രദേവനായിട്ടുള്ള പൊസൈഡോണിനോട് അപേക്ഷിച്ചത്. തന്റെ മകനായിട്ടുള്ള ഈ പോളിഫെമസിന്റെ കണ്ണ് കുത്തിപ്പൊടിച്ചത് കൊണ്ടാണ് സമുദ്രദേവനായിട്ടുള്ള പൊസൈഡൻ കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഒഡീസിസിന്റെ കപ്പലുകൾ മുക്കിക്കളഞ്ഞതും അങ്ങനെ അദ്ദേഹം ഈ അൽസിനൂസ് രാജാവിന്റെ ഫിയേഷ്യൻസ് എന്ന ജനത ജീവിക്കുന്ന ദ്വീപിലേക്ക് നീന്തി കയറിയതും. എന്നാൽ തന്റെ നാടായിട്ടുള്ള ഇത്താക്കയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ഒഡീസിസിന് ഇനിയും ഒട്ടേറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.